നമുക്ക് 1 കൊരിന്ത്യർ പഠിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം ആണ് നമ്മൾ പഠിക്കുന്നത്. 4 നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു. 5 നമുക്ക് വായിക്കാം. 5-ന്റെ 1 തൊട്ട് 5 വരെ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നപോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ മതി. ഇനി വായിക്കാവേ. അപ്പം ഇവിടെ ഒരു വ്യക്തി, പേര് പറഞ്ഞിട്ടില്ല, ആ വ്യക്തി തുടർമാനമായിട്ട് ദുർനടപ്പില് അവിടെ ദുർനടപ്പിലൂടെ പൊക്കോണ്ടിരിക്കുക. അതെന്താന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അപ്പന്റെ ഭാര്യനെ വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോ അപ്പന്റെ ഭാര്യ എന്ന് പറയുമ്പോ അമ്മയാണോ? അങ്ങനെയല്ല. അപ്പനും ഇതുപോലെ പ്രശ്നമുള്ള ഒരു അപ്പനാ, രണ്ടാമത് കെട്ടിയ അപ്പനായിരിക്കണം. അപ്പൊ ആ അപ്പന്റെ ഭാര്യയുടെ കൂടെയാണ് ഈ പുള്ളി ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളവൻ സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നു, അവനെ ആരാധിക്കുന്നു, അവന് കാര്യങ്ങളൊക്കെ ചെയ്തു പൊക്കോണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് ഓർത്തിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കണേ, ആൻഡ് യു ആർ പ്രൗഡ്. നിനക്ക് ഭയങ്കര പ്രശംസ വരുക, നിങ്ങൾ പ്രശംസിക്കുക. ഓ, അവനെ കണ്ടു പഠിക്കടാ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, അവനെ കണ്ടു പഠിക്കടാ, അവൻ കണ്ടോ എത്ര പേരുടെ കൂടെ. അതായത് ഒരു മോശം കാര്യം ചെയ്തു കഴിയുമ്പോൾ അതിനകത്ത് അവൻ മിടുക്കനാണെന്ന് പറയുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ചീർക്കുന്നു. സഭയിലുള്ളവർക്ക് ഒരു പ്രൗഡ് വരുവോ, ഒരു പ്രശംസ വരുവോ, അവൻ ഈ വഴിക്ക് പോയല്ലോ എന്ന് പറയുമ്പോൾ. അതായത് പ്രത്യേകിച്ച് എനിക്കിപ്പം ഈ കോളേജ് പിള്ളേരുടെ ഇടയിൽ വരും. നമ്മുടെയൊക്കെ പ്രായത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഒരുത്തൻ നിനക്ക്, ഞാൻ അവരുടെ ഭാഷ ഉപയോഗിക്കുകയാണ്, ക്ഷമിക്കണം. നിനക്ക് എത്ര ലൈനുണ്ട്? ഓ എനിക്ക് അല്ല, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഓ എനിക്കില്ല. അവനെ കണ്ടുപിടിക്കണം, അവനൊരു 3 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നേരെ തിരിച്ചാ, പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും എനിക്കൊരു 4 ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ഒരേ സമയം. അപ്പം അതിനകത്ത് പ്രശംസ കൊള്ളുന്ന ഒരു തലമുറയിലാണ് നമ്മളിപ്പം ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ല തുടങ്ങിയത്, പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം, ഇവൻ ഈ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അപ്പന്റെ ഭാര്യനെ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് അവൻ പ്രശംസ കൊള്ളുന്നു. അവൻ അത് സഭയിൽ വന്നിട്ട് സഭക്കാർക്ക് ഒരു നാണമില്ല. സഭക്കാർക്ക് അവനോട് ഒന്നും പറയാനില്ല. സഭക്കാരും ഇതിനകത്ത് പ്രശംസ കൊള്ളുവോ, അവൻ ഭയങ്കര മിടുക്കൻ. കാരണം അവരുടെ കൾച്ചർ, അവരുടെ സൊസൈറ്റിയിലുള്ള കൾച്ചർ അത്രയും മോശമായിട്ടിരിക്കുക. എന്താണ് ശരി, എന്താണെന്ന് തെറ്റെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. അത് നമ്മളിപ്പോ മലയാളത്തിൽ കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി വെളിച്ചമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പം ജനിച്ചു വളർന്നത്, ദൈവത്തിന്റെ കൃപയാൽ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാവത്തൊന്നുമില്ല. പക്ഷെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ യൂറോപ്പില്, അതെ, യൂറോപ്പിലാണെങ്കിലും അതുപോലത്തെ പല രാജ്യങ്ങളിലാണെങ്കിലും ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ പൊതുവിലായിട്ട് നടക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന ദുർനടപ്പ്. അവർക്ക് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു കുഴപ്പമില്ല. അതിനകത്ത് അവർ പ്രശംസ പിടിച്ചു പറ്റുക, നല്ല രീതിയിലല്ല, തെറ്റായ രീതിയിൽ ഒരു പ്രൈഡ് അവർക്ക് കിട്ടുക. ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം ഇത് സഭയ്ക്കകത്തും കൂടെ കയറി എന്നുള്ളതാണ്. പല പാസ്റ്റർമാരും ഡിവോഴ്സ് ചെയ്ത് രണ്ടാമത് ഭാര്യമാരായിട്ട് ഇരിക്കുക.
ഇവിടത്തെ കുഴപ്പമൊന്നുമില്ല ട്ടോ. ഞാനിത് പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇപ്പം നിങ്ങൾക്കറിയാലോ ഉഗാണ്ടയിൽ നമുക്ക് മിഷൻ സെന്റർ ഉണ്ട്. അവിടെ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് ഈ പറഞ്ഞ സെക്ഷൽ ഇമ്മോറാലിറ്റി. അവിഹിതമായിട്ടുള്ള ബന്ധത്തിനകത്തുള്ള അത്രയും മ്ലേച്ഛകരമാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നണെ. നമ്മുടെ നോർത്ത് ഇന്ത്യയില് വിനോദ് സാർ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സാറുണ്ട്. അദ്ദേഹം ഇന്ത്യ മിഷനിനോട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനോട് ദൈവം സംസാരിച്ചുകൊണ്ട് അദ്ദേഹവും വൈഫും കൂടെ ആഫ്രിക്കയിലോട്ട് ഉഗാണ്ടയിലുള്ള ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ ഒക്കെ കണ്ടു കാണാം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒക്കെ. 2 പിള്ളേരുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പിള്ളേരാ. അപ്പം അവരവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൻറ്റി അനിത സിസ്റ്റർ എന്നാ പേര്. അനിത സിസ്റ്റർ സ്ത്രീകൾക്കുള്ള ഫെലോഷിപ്പ് നടത്തും, കൂട്ടായ്മകൾ. അപ്പം അവിടെയുള്ള സ്ത്രീകൾ വന്ന് ചോദിക്കുക, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? കല്യാണം കഴിച്ചെന്നല്ല പറയണേ, നിങ്ങൾ ഈ പുള്ളിയോട് കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അവരുടെ കൾച്ചർ അങ്ങനെയാ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു 28 കൊല്ലമായി. 28 കൊല്ലോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. കാരണം രണ്ടോ മൂന്നോ കൊല്ലത്തിൽ കൂടുതലൊക്കെ ഒരാളോട് കൂടെ എങ്ങനെയാണെന്ന് അവർ ചോദിക്കണേ. ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റൂന്ന് 28 കൊല്ലം? നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു കൾച്ചറിന്റെ വ്യത്യാസമേ. എന്നിട്ട് അവര് പറയാണ്, നിന്റെ ഹസ്ബൻഡ് പുറത്തു പോകുമ്പോൾ നീ സൂക്ഷിക്കണം. ആരെങ്കിലും അടിച്ചോണ്ട് പോകും. കാരണം ഒത്തിരി വിച്ച് ക്രാഫ്റ്റും കൂടോത്രമൊക്കെ ഉള്ളതാ. എന്നിട്ട് പിന്നെ അവര് പറയാണ്, ഇവിടെയുള്ള പല പാസ്റ്റർമാര് പോലും ഇത് ചെയ്യുന്നുണ്ട്. എന്ത്? സഭയില് വരുന്ന ഭാര്യയും ഭർത്താവും കൂടെ വേർപിരിയാൻ വേണ്ടിയിട്ട് അവര് പല മന്ത്രവാദങ്ങളും ഇതുപോലത്തെ ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിന്? ഈ പാസ്റ്റർക്ക് ആ സ്ത്രീയോട് കൂടെ ഇതാവാനായിട്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അതാ ഞാൻ പറഞ്ഞെ കേരളത്തിന്റെ നമ്മൾക്കൊക്കെ അല്പം ദൈവം കൃപ തന്ന് ഒരു നല്ലൊരു തലമുറയിൽ ജനിച്ചതുകൊണ്ട് ഇതെന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഇതിന്റെ ഗൗരവം നമുക്കറിയത്തില്ല. പക്ഷെ ഇത് ചുറ്റും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് ഈ കൊരിന്തിലെ സഭ. അത്രയും കുഴപ്പം പിടിച്ച സഭ. അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇത് സംഭവിക്കുന്നൂന്ന് മാത്രമല്ല, ഇത് സംഭവിക്കുന്നത് അവർക്കൊരു പ്രശംസയാ. കണ്ടോ അവൻ അപ്പന്റെ ആളുടെ കൂടെയാ. അത്ര മിടുക്കനാ അവൻ എന്നുള്ള രീതിയിലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ളവൻ സഭയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. എവിടെ ഒരു ബുക്കിനകത്തും വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് വരച്ചിട്ടോണം. ഇങ്ങനെയുള്ളവനാണെങ്കിൽ പോലും അവൻ സഭയിൽ ഇരിക്കുന്നിടത്തോളം കാലം പിശാചിന് അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഒരു ഭയങ്കര വലിയൊരു കാര്യം ഇവിടെ ചെയ്യുന്നത്. അവന് സഭയെന്നൊന്നും പുറത്താക്കുന്നൊന്നുമില്ല. സഭയിൽ തന്നെ അവൻ ഇരിക്കും. അവന് സഭ കൂടി വരുമ്പോ പബ്ലിക്കായിട്ട് മൂപ്പന്മാരും അവിടെയുള്ള പാസ്റ്റർമാര് എഴുന്നേറ്റ് നിന്ന് ആത്മാവില് നമ്മള് പറയത്തില്ലേ ഈ പാസ്റ്റർമാര് എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമത്തില് രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. അഭിഷേകം കിട്ടേണ്ടവർക്ക് മേൽ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സഭയ്ക്ക് ദൈവം ഈ അധികാരം കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കായിട്ട് നിങ്ങൾ കൂടി വരുമ്പോ ആ വ്യക്തിയെ സഭയായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നേരെ സാത്താനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അപ്പോഴും സഭയുടെ മെമ്പറാണ്. നിങ്ങൾ ആ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു വായിക്കണം അവസാന ഭാഗം. സഭയിൽ നിന്നൊന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. അവന്റെ ഈ ജഡം, ഈ വൃത്തികെട്ട സ്വഭാവം അത് മാറാൻ വേണ്ടിയിട്ട് അവന് സാത്താന്റെ കയ്യിലോട്ട് കൊടുക്കുക. പക്ഷെ അവൻ അവസാന നാളിൽ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ഉണ്ടാവേണ്ടതിന് വേണ്ടി ആണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പോഴത്തെ സഭകൾ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. മിക്കവാറും എൻ്റെ അറിവിൽ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ഉള്ള അവസ്ഥ വരാതിരിക്കട്ടെ, ചെയ്യാതിരിക്കട്ടെ. പക്ഷെ ഇത് സഭകൾ ചെയ്തു വന്നിട്ടുള്ള കാര്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളത് അറിയാതെ പോകരുത്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പാഠം
അത്രയും ഭയങ്കര പദവിയാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. നമ്മൾ സാത്താനെ കണ്ട് പേടിച്ചോടേണ്ടവരല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. നിർബന്ധം ഉണ്ടാകണം. അത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തില്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററിന്റെ കീഴിലായിരിക്കണം നിങ്ങൾ. സഭയോട് ബന്ധപ്പെട്ടായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. നിർബന്ധം. ഒരു ലോക്കൽ ചർച്ച് നിർബന്ധമായിട്ടും എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അതിന്റെ അതിന്റെ പ്രസക്തി ഈ ഒരൊറ്റ ഭാഗം വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം അത് പ്രാക്ടീസ് ചെയ്യുന്ന, അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ലോക്കൽ ദൈവസഭ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലെ സ്ഥലം. അതിനകത്ത് പിശാചിന് കയറി നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മറന്നു പോകരുത്. സഭയിലായിരിക്കുമ്പോ എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊരു എന്താണ് പറയുന്നത്, IPCയുടെ ചർച്ചല്ലേ, ഇതൊരു ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചല്ലേ, ഇതൊരു AGയുടെ ചർച്ചല്ലേ, ഓ ഇതിനകത്തൊന്നും വലിയ ഇതൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇതൊരു ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചല്ലേ, ഒരു വ്യക്തി നടത്തുന്ന ചർച്ചല്ലേ, ഇതിനകത്ത് ഇപ്പൊ എന്താ വലിയ കാര്യം. നമ്മക്കത് അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ചിന്തിക്കുന്ന അങ്ങനെയല്ല. ദൈവം ചിന്തിക്കുന്നത് ക്രിസ്തുവാകുന്ന തലയുടെ ശരീരമാണ് ഈ സഭ. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ അല്ലെ? ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരമാകുന്നു ഈ സഭ. ഈ ശരീരത്തെ ഒരൊറ്റ ഒരുത്തനും തൊടാൻ പറ്റത്തില്ല. തൊട്ടാവൻ വിവരം അറിയും. അത് എത്ര വലിയ സാത്താനാണെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത് അതാണ്. നമ്മള് നോക്കുമ്പോ നമുക്ക് ഭയങ്കര വലിയ പദവിയോ ഒന്നുമില്ല. നമ്മളിപ്പോഴും കഷ്ടത്തിലൂടെയാണ്, ബുദ്ധിമുട്ടിലൂടെ, പ്രയാസത്തിലൂടെ, ഞെരുക്കത്തിലൂടെ പൊക്കോണ്ടിരിക്കുക. പല പ്രാർത്ഥനയ്ക്കും മറുപടിയും കിട്ടാതെ വിഷമിച്ച് അലഞ്ഞ് വലഞ്ഞിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ ആത്മമണ്ഡലം നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ അപ്പൊ അറിയാൻ പറ്റും നിങ്ങൾ ആരാണെന്നും ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്ന പദവി എന്താണെന്നും നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പണ്ട് ഈ ഈ എന്താണ് ഈ പറയണേ, ആന്റി ക്രൈസ്റ്റ് എന്നല്ലല്ലോ, ഈ സാത്താൻ സേവ നടത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങള് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് രക്ഷിക്കപ്പെട്ട് വന്ന ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അയാള് പറഞ്ഞൊരു കാര്യമാണ്. അയാള് ഒരു ഒരു പ്രത്യേക പേര് പറയും. അതായത് അദ്ദേഹം പുള്ളിയുടെ വീട്ടിലിരുന്നിട്ട് പുള്ളിയുടെ ആത്മാവ് ഇങ്ങനെ എഴുന്നേറ്റ് പറന്നിങ്ങനെ പോകും. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പറന്നു പോയിട്ട് വേറെ ആൾക്കാരുടെ മേല് ഈ ഈ അവരുടെ ഇരുട്ടിന്റെ അധികാരം അവര് എക്സർസൈസ് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ഈ മദ്യപിക്കണം എന്നൊരു തോന്നല് വരും. നിരാശ വരും. ആത്മഹത്യയുടെ ഒരു പ്രേരണ. ചുമ്മാ ഇരിക്കുമ്പോ ഒന്നാമത് ആത്മഹത്യ ചെയ്തേക്കാം. ചുമ്മാ ഇരിക്കുമ്പോ ഭയങ്കര നിരാശ. പിന്നെ മദ്യപിക്കണം. പിന്നെ വെറുക്കൂത്തിൽ ഏർപ്പെടണം. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ ആത്മമണ്ഡലങ്ങളില് ഈ സാത്താനും അവരുടെ ദൂതന്മാരും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പുള്ളി അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം രക്ഷിക്കപ്പെട്ട ഒരുത്തൻ, അതായത് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ പോലും അവൻ വലിയ പ്രാർത്ഥനയൊന്നും കഴിക്കണ്ട, അവൻ വലിയ ഭക്തനൊന്നും ആവാൻ വേണ്ട, അവൻ ഭയങ്കര ബൈബിളൊന്നും പഠിക്കണ്ട, അവൻ വെറും സാധാരണക്കാരനായ ഒരുത്തൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ സെക്കൻഡ് തൊട്ട് ആ വ്യക്തിയുടെ അടുത്തോട്ട് ഈ പറയുന്ന ഒരു ശക്തിക്കും അടുക്കാൻ പറ്റില്ല. പുള്ളി പറയുന്നത് ഭയങ്കര വലിയൊരു തീ ഇവന് ചുറ്റുമുണ്ടെന്നാ പറയുന്നത്. അതിന്റെ അടുത്തോട്ട് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വലിയൊരു തീ ആ ഒരു വ്യക്തിയുടെ ചുറ്റുമുണ്ടെന്നാ പറയുന്നത്. ഇത് ബൈബിളിൽ പറയുന്ന അല്ലാട്ടോ. ഇതൊരു വ്യക്തി അവന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അവന്റെ അനുഭവം പറഞ്ഞ കാര്യം, ഈ അനുഭവ സാക്ഷ്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറഞ്ഞ ഒരു കാര്യം. അതവിടെ മാറി നിൽക്കട്ടെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്കിത് ആത്മാവിൽ കാണാൻ പറ്റണം. എന്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് നമ്മളത് മനസ്സിലാക്കണം. 2000 വർഷം മുമ്പ് കാൽവറിയിൽ സാത്താനും അവന്റെ സകല ശക്തിയെയും പരസ്യ കാഴ്ചയാക്കി. നിങ്ങൾക്ക് അറിയാവോ എന്താ ഈ പറയണേന്ന്? പരസ്യ കാഴ്ച എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ലോകത്തിന്റെ ഈ അദൃശ്യ മണ്ഡലങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തി കളഞ്ഞു. ഞാനും നിങ്ങളും ആരാധിക്കുന്ന എന്റെ യേശു. ആ യേശു ആണ് ഈ സഭയുടെ തല. യേശു തലയായിട്ടിരിക്കുന്നിടത്തോളം കാലം
എനിക്കോ നിങ്ങൾക്കോ യേശുവിനെ മറിച്ച് ഒരൊറ്റ ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ വാക്യങ്ങളുണ്ട്. യോഹന്നാനിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും റെഫറൻസ് എടുക്കുന്നില്ല. യേശു പറയുന്നു, ആം, നിങ്ങള് പിതാവിന്റെ കയ്യിലിരിക്കുന്നു. അല്ല, നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. എന്നിട്ട് പിതാവിന്റെ കയ്യിൽ നമ്മൾ ഇരിക്കുന്നു. അപ്പൊ ഇതിനെ ഇത്രയും കവച്ചു വെച്ചിട്ട് എന്തിനാണ് നമ്മളെ തൊടാൻ പറ്റുക? അതാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത്. സഭ ഒരുത്തനെ സാത്താനെ ഏൽപ്പിക്കാത്തോടത്തോളം കാലം അവനെ ഒരൊറ്റ ഒരുത്തനും തൊടാൻ പറ്റില്ല. അല്ലെങ്കിൽ അവനായിട്ട് യേശുവിനെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് അവൻ ഡിനൈ ചെയ്തിട്ട് അവൻ പോണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതാണ് നമ്മൾ ഈ ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോട് ചേർത്ത് ഇത് ഇവിടം കൊണ്ടല്ല നിൽക്കുന്നത്. നമ്മൾ 1 തിമോത്തി അതിന്റെ 1ന്റെ 19ഉം 20ഉം വായിച്ചു കഴിഞ്ഞാൽ തിമോത്തിയോസിന് പൗലോസ് എഴുതുന്ന ഒരു കാര്യമാണ്. അത് എഫേസോസിലാണ് പുള്ളി പൊക്കോണ്ടിരിക്കുന്നത്. ആ സഭയിലേക്കുള്ള ഒരുത്തനോട് പറയുന്ന കാര്യമാണ്. അതിന്റെ 19ഉം 20ഉം സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ചിലർ ഈ വിശ്വാസവും നല്ല മനസാക്ഷിയും തള്ളിക്കളഞ്ഞ നിമിത്തം കപ്പൽ ഛേദം സംഭവിച്ചതുപോലെ അവരുടെ വിശ്വാസം തകർന്നുപോയി. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസം തള്ളിക്കളയണം. അതാണ് അവിടെ സംഭവിച്ചത്. അവൻ ഈ വിശ്വാസം തള്ളിക്കളഞ്ഞു. അതുമാത്രമല്ല, അവനിലുള്ള നല്ല മനസാക്ഷി അത് കഠിനപ്പെട്ടു. അല്ലെങ്കിൽ നല്ല മനസാക്ഷിയെ അവന് എന്താണ് പറയുന്നത്, മോശമാക്കി കളഞ്ഞു. ഗുഡ് കോൺഷ്യസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എല്ലാം വിശ്വസിക്കാനും എല്ലാം ക്ഷമിപ്പാനും എല്ലാം പൊറുക്കാനും എല്ലാം സഹിക്കാനും, എന്താണ് പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു നിർമ്മലമായ ഒരു മനസാക്ഷി ഉണ്ടല്ലോ, ഇത് ഇവൻ തള്ളിക്കളഞ്ഞു. ഈ ഒരു വ്യക്തി ഇങ്ങനെ തള്ളിക്കളഞ്ഞ് എന്ത് പറ്റുമെന്നുള്ളത് പൗലോസിനറിയാം. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇവൻ സഭയിൽ വന്നിട്ട് എല്ലാവരെയും കുറ്റം പറയാൻ തുടങ്ങും. ഇവൻ സഭയിൽ വന്നിട്ട് എല്ലാത്തിനും പരാതി പറയാൻ തുടങ്ങും. ഇവൻ സഭയിൽ വന്നിട്ട് അതാണ് നമ്മൾ ഇപ്പൊ 1 കൊരിന്ത്യറിന്റെ ബാക്കി പഠിക്കാൻ പോകുന്ന അതാണ്. ഈ ഒരു അല്പം ഈസ്റ്റ് ഈ മാവിനകത്തോട്ട് ഇട്ട ഈ മാവ് മൊത്തം പുളിക്കും. അതേ പ്രവൃത്തി ഈ ഒരൊറ്റ ഒരുത്തൻ സഭയിൽ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഗൗരവം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ ഭക്തിയിലുള്ളവരാണെങ്കിലാണ് ദൈവം ഈ ഇതുപോലത്തെ ശുശ്രൂഷകൾ ദൈവദാസന്മാരെ ഏൽപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 3 കൊല്ലമൊക്കെ നിന്ന് കുറെ ആൾക്കാരെയൊക്കെ ഹായ് ഹായ് പറഞ്ഞിട്ട് അങ്ങ് പോവാം. സഭ ഉറങ്ങി 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 അങ്ങ് പോകും. അത് വേറെ ക്ലാസ് ആണ്. അത് ലീഡേഴ്സിനുള്ള ക്ലാസ്സാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ഇതൊന്ന് കേട്ടെ. അപ്പൊ ഈ വിശ്വാസവും ഈ മനസാക്ഷിയും തള്ളിക്കളഞ്ഞ ചില ആൾക്കാരും ഉണ്ട് അവിടെ. നമ്മൾ ഒരു കാരണവശാലും ആ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അതിനാണ് ഇങ്ങനെ ബൈബിൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം അത് ഒരു കാരണവശാലും പോകരുത്. അത് നമ്മളെ ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഈ ലോകത്തിൽ സമൃദ്ധി ഉണ്ടായാലും ഉള്ളത് നഷ്ടപ്പെട്ടാലും, ക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ട് ഒരു പരിപാടിക്കും നമ്മൾ പോകരുത്. അത് എന്തൊക്കെ സംഭവിച്ചാലും. ഇനി ഇവിടെ ബാക്കിയും കൂടെ വായിച്ചോട്ടെ. ഇങ്ങനെ അവർക്ക് തകർന്നു പോയ 2 പേരുടെ പേരെടുത്ത് പറയാ, ഹുമനിയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൈവദൂഷണം പറയാതിരിക്കുവാൻ. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവര് സഭയിൽ വന്നിട്ട് കുറ്റം പറയാൻ തുടങ്ങും. പാസ്റ്ററിനെ കുറ്റം പറയുന്നു, പാസ്റ്റർ പറഞ്ഞ മെസ്സേജിന് കുറ്റം പറയുന്നു, കൂടെയുള്ള വിശ്വാസികളെ അങ്ങ് മടുപ്പിക്കുകയും മുഷിപ്പിക്കുകയും അവരെയും കൂടെ ഈ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടി. അപ്പൊ ദൈവദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് ഏൽപ്പിച്ചിരിക്കുന്നു. ഈ സെയിം പരിപാടി പിന്നെയും ചെയ്തിട്ടുണ്ട് പൗലോസ്. സാത്താനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അതാ പറയുന്നത്. സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷെ അവന്റെ ജഡത്തെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി, അതായത് അവനിലുള്ള ഈ മോശമായിട്ടുള്ള കാര്യങ്ങളെ സാത്താൻ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവനത് ദണ്ഡിപ്പിച്ച് അവൻ മടങ്ങി ക്രിസ്തുവിലേക്ക് വരേണ്ടതിന് വേണ്ടി അതാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് വായിക്കാം. 1 കൊരിന്ത്യർ ബാക്കിയും കൂടെ വായിച്ചാട്ടെ സിസ്റ്ററെ. 6 തൊട്ട് നിങ്ങളുടെ 8 വരെ വായിക്കാം. നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും
പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ ഇരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ആചരിക്കുക. ആ പറയുന്നതിന്റെ ഉദ്ദേശം, ഈ ഒരു വ്യക്തി ഇവിടെ ഈ കൊരിന്ത് സഭയിലുണ്ട്. പുള്ളി ഈ സഭയെ ഇങ്ങനെ കുളമാക്കി വെച്ചിരിക്കുക. അപ്പൊ പൗലോസ് പറയാ, നിങ്ങൾ ഈ ഈ ഈ പുളിമാവ്, ഈ ഈസ്റ്റ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് ഇവിടെ പറയുന്ന അശുദ്ധിയും, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, തിന്മയും ദുഷ്ടതയുമായ. ഇനി താഴത്തോട്ട് വായിക്കുമ്പോൾ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലുള്ള പ്രൈഡ്, നിങ്ങളുടെ ഇടയിലുള്ള ഗ്രീഡ്, അത്യാഗ്രഹം. പ്രൈഡിനെ പറയുന്നത് ആ, എന്താണ്, സ്വയം പ്രശംസ. ഇത്, ഈ ദുഷ്ടത, ഈ തിന്മ, ഇതെല്ലാം എടുത്ത് മാറ്റണം. സഭയിൽ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാകരുത്. കാരണം നിങ്ങൾക്കിതുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഇത് ബാധിക്കും. അല്ല, ഇങ്ങനെയുള്ള ഒരുത്തൻ സഭയിലുണ്ടെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അത് പാസ്റ്ററിന്റെ ജോലി അല്ലാട്ടോ. പാസ്റ്ററിന്റെ മാത്രം ജോലി അല്ല. നിങ്ങൾ മാത്രം ഈ ക്ലാസ് കേൾക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നവർ, നിങ്ങളുടെ സഭയിലുള്ളവർ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു ബലഹീനതയിലോ ഇതുപോലത്തെ ഒരു ട്രാപ്പിലോ പിശാചിന്റെ കെണിയിലോ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര നാള് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സുഹൃത്തുക്കളെ? എത്ര നാള് പ്രാർത്ഥിക്കാം? ഒരു പരിധിയൊക്കെ ഇല്ല. എല്ലാ ദിവസവും എന്നെ കാക്കണേ, എന്റെ പിള്ളേരെ കാക്കണേ, എന്റെ അപ്പനെ അമ്മേനെ കാക്കണേ, എന്റെ ജോലിയും എന്റെ ഭാവിയും ആരോഗ്യവും എല്ലാം കാക്കണേ. എത്ര നാള് പ്രാർത്ഥിക്കും? നിങ്ങളൊന്ന് ഓർത്തേ. ഒരു പരിധിയില്ല അതിനകത്ത്. കർത്താവ് അതിന് മാത്രമല്ലല്ലോ നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ് കേൾപ്പിക്കുന്നത്. അതിന് മാത്രമല്ലല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ആൾക്കാരെ കാണുമ്പോ ഒരുത്തൻ വന്ന് പറയാണ്, സുഹൃത്തെ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പല ചിന്തകൾ വരുവാ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കയ്യിന്ന് പോവാ പല കാര്യം. പല സമയമായിട്ട് എന്റെ കയ്യിന്ന് പോവാ. ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് അപകടകരമാണെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ആ പറയുന്നത് അവന്റെ കയ്യിന്ന് വിട്ടു പോയത് കൊണ്ടാ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പറയുന്നത് ദൈവം ആണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇത് പറയിപ്പിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതിൽ അത് നിർത്തിയിട്ട് അവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഉപവാസം കൂടെ എടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവുന്ന. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. വ്യക്തികളുടെ ജീവിതം മാറി മറയുന്ന. ചിലപ്പോ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതും മാറും. അവൻ രക്ഷപ്പെടും. അവൻ ദൈവസന്നിധിയിൽ വരും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്തോരം സന്തോഷമായിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോ. നിങ്ങൾ അവന്റെ അടുത്ത് പറയൊന്നും വേണ്ട, ബ്രദറെ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ട്ടോ. ഒന്നും പറയണ്ട. പക്ഷെ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ഒരു പ്രാഗൽഭ്യം ഉണ്ടാവും. കർത്താവേ, അങ്ങ് എന്റെ പ്രാർത്ഥന കേട്ടു. ദേ അവൻ രക്ഷപ്പെട്ടു. അവൻ സാക്ഷ്യവും പറയേണ്ട, അവനൊരു നന്ദിയും പറയേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് രഹസ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം കാണുന്നുണ്ട് നിങ്ങൾ ഇടിവിൽ നിൽക്കുന്നത്. അത് മതിയല്ലോ. ദൈവം അതല്ലേ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കവലെ പോയി നിന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാതെ വീടിനകത്ത് വാതിലടച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിലുള്ള പ്രാർത്ഥന സ്വർഗത്തിലിരിക്കുന്ന പിതാവ് കേട്ട് ദൈവം നിനക്ക് മറുപടി തരും. നമ്മൾ അത് മറന്നു പോകരുത്. നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല വിഷയവും ഇങ്ങനത്തെ ഇതൊന്നും. നിങ്ങൾ ഈ ക്ലാസ് ഒരു കൂട്ടായ്മയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പേരുകൾ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വായിച്ചാലെങ്കിൽ അറിയാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹമായിരിക്കും ഈ കൂടി വരുന്നവർക്കെല്ലാം. വിഷയമൊന്നും വേണ്ടെന്ന്, ചുമ്മാ അവരുടെ പേര് പറഞ്ഞ്, കർത്താവേ ഒന്ന് ഓർത്തോണേ, കർത്താവെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒത്തിരി പ്രശ്നവും പ്രയാസവും ഉള്ളവരെ കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഈ പറയുന്നത് കേട്ടാട്ടെ. ഇങ്ങനെ പുളി പുളിമാവ്, ഈസ്റ്റ് സഭയുടെ അകത്തുണ്ടാകരുത്. അവനെ ഇതാക്കി കളഞ്ഞോണം. നമ്മക്ക് നമ്മുടെ ഉള്ളീന്ന് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. ഒരു ദുഷ്ടതയോ ഒരു തിന്മയോ ഉണ്ടാവരുത്. ഒരു അത്യാഗ്രഹമോ ഒരു ആത്മപ്രശംസയോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്.
വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മള് ഓരോ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുമ്പോ. നമുക്ക് താഴത്തോട്ട് വായിക്കാം ഇനി. താഴത്തോട്ട് വായിച്ചാട്ടെ. 9 തൊട്ട് 11 വരെ വായിക്കാം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ണക്കാരനോ, മദ്യപാനനോ, മദ്യപനോ, പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. മതി. താങ്ക് യു. ആഹ് ഇവിടെ ഈ പറയുന്നത് പൗലോസ് പറയാണ്, ഞാൻ മുമ്പേ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ്സിന്റെ ആദ്യം പറഞ്ഞായിരുന്നു. കൊരിന്ത് സഭയ്ക്ക് ഇതിനു മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ 1 കൊരിന്ത്യർന്ന് പറയുന്നതിന് മുമ്പായിട്ട്. അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ബൈബിളിൽ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് കിട്ടിയിട്ടില്ല അത്. അത് വലിയ പ്രസക്തി ഉള്ളതല്ലാത്തതുകൊണ്ട് ദൈവം കളഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. എനിവേ, അത് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോ പഠിക്കേണ്ട അതിനോട് ചേർന്ന് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. പൗലോസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ദുർനടപ്പുകാരോടോ ഇതുപോലത്തെ അത്യാഗ്രഹികളോ വഞ്ചകരോ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് സംസർഗം പാടില്ല. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്. അവരോട് അടുക്കരുത്. അവരായിട്ട് ഒരു ബന്ധവും പാടില്ല. സഭയില് പുറത്തുള്ളവരാണെങ്കിൽ പോലും ഒരു ബന്ധവും പാടില്ല. അങ്ങനെയാണ് ആദ്യം എഴുതിയത്. പക്ഷെ പൗലോസ് ഇപ്പൊ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മാത്രമായിട്ട് പിന്നെ ജീവിക്കേണ്ടി വരും. നിങ്ങൾ ആരോട് സുവിശേഷം പറയും? ഇങ്ങനെയുള്ളവര് ചുറ്റും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പൗലോസ് ഇവിടെ ക്ലിയർ ആക്കുവാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങള് അവരുമായിട്ട് കോണ്ടാക്ട് വേണം. അവരോട് സുവിശേഷം പറയണം. അവരുമായിട്ട് ഇടപെടണം. അവരോടല്ലേ നമുക്ക് ഇടപെടാനും സുവിശേഷം പറയാനും അതിൽ നിന്ന് മാറാനും വെളിച്ചം കാണിച്ചു കൊടുക്കാനും നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരാണല്ലോ ചുറ്റും ഈ അന്ധകാരത്തിൽ കിടക്കുന്നത്. അവരോട് നമ്മൾ ഇടപെടുകയും എല്ലാം ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ഇടയില്, നിങ്ങളുടെ സഭയുടെ ഇടയില്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ചില ആൾക്കാർ, അതായത് ഇവിടെ പറയുന്ന പോലെ ദുർനടപ്പുകാരൻ, അത്യാഗ്രഹി. അത്യാഗ്രഹിക്കൊക്കെ ഇത്രയും പ്രശ്നമുണ്ടോ? നമ്മൾ ഇത്രയും ഗൗരവമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത്യാഗ്രഹിക്കൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. അത് എന്തിനൊക്കെ അത്യാഗ്രഹം ഉണ്ടാവും. എന്തിനകത്ത് വേണമെങ്കിലും. ദുർനടപ്പുകാരൻ, അത്യാഗ്രഹി, വിഗ്രഹാരാധി, അസഭ്യം പറയുന്നവനുണ്ടോ? മദ്യപാൻ, വഞ്ചകനോ, ഇങ്ങനെയുള്ളവരോട് നിങ്ങളുടെ കൂട്ടായ്മയിൽ അവനുണ്ടെങ്കിൽ, പക്ഷെ ഈ വാക്യം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ഇങ്ങനെയുള്ളവൻ നിങ്ങളുടെ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവനോട് സഹകരിക്കരുത്. പക്ഷെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ക്ലിയർ ആണ് ഞാൻ ഈ പറയുന്നത്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ ആ ഈസ്റ്റ് നിങ്ങളുടെ സഭയെ കലക്കാൻ നോക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കലങ്ങരുത്. അവന്റെ ഈസ്റ്റ്, അവന്റെ പുളിപ്പും കൊണ്ട് അവൻ സഭയിൽ വരുമ്പോ അവനുമായിട്ട് ബന്ധമില്ലാന്നുണ്ടെങ്കിൽ ഈ മാവിനെ അത് ബാധിക്കത്തില്ല. സഭയിലെ മറ്റംഗങ്ങളെ അത് ബാധിക്കത്തില്ല. ആ ഒരൊറ്റ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് നന്നായിട്ട് വരാൻ. അപ്പൊ ആദ്യം പറഞ്ഞു, നിങ്ങളിൽ ആരും ഈ പുളിപ്പുള്ളവനായിട്ട് വരല്ല്, സഭേനെ കലക്കരുത്. നമുക്ക് നമ്മുടെ ഇടയിൽ അങ്ങനെ കലക്കുന്ന ഒരു സാധനം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവരുത്. എന്തൊക്കെ സ്വഭാവ? ഈ പറഞ്ഞ ലിസ്റ്റ്. ലിസ്റ്റ് ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി, അങ്ങനെ ഒരുത്തൻ ഇടയിൽ ഉണ്ടെങ്കിൽ അവന്റെ ഈ സ്വഭാവം നമ്മളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവനുമായിട്ട് വലിയ പരിപാടിക്ക് പോകരുത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഈ വാക്യത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ വാക്യം എവിടെയാണ്? അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ഈ വാക്യം എടുത്തു വെച്ചിട്ട് ചില ആൾക്കാർ പറയും, ഞാൻ അവന്റെ കൂടെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. സഭയിലുള്ള ആൾക്കാർ കേട്ടോ, ഞാൻ അവന്റെ കൂടെ കഴിക്കത്തൊന്നുമില്ല ഭക്ഷണം. എനിക്ക് അവനായിട്ട് ഒരു ഇതൊന്നുമില്ല. അത് ഈ വാക്യം എടുത്തിട്ട് അത് നേരെ ദുരുപയോഗം ചെയ്യുക.
വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാനത് ചെയ്യത്തില്ല. ഞാൻ കഴിക്കത്തില്ല ഭക്ഷണം. എടാ ഭക്ഷണം കഴിക്കരുത്, അവനുമായിട്ട് എന്താണ് കൈ കൊടുക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അവന്റെ ഈ വൃത്തികെട്ട സ്വഭാവം നിന്നിലേക്ക് പടരരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ ഞാൻ ഈ പറയുന്നത്? കാരണം നിങ്ങളിത് കേൾക്കും. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. സഭയിൽ ഇത് ഈ പല വാക്യങ്ങളും ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്, അത് എന്ത് ഉദ്ദേശത്തിലാ എഴുതിയിരിക്കുന്നതെന്ന് എടുത്ത് മാറ്റിയിട്ട് വാക്യം ചുമ്മാ എടുത്തിട്ട് അങ്ങെടുത്ത് ഉപയോഗിക്കും ആൾക്കാര്. അവൻ അതാണ് അതിനകത്ത് അവനുമായിട്ട് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ കിട്ടത്തൊന്നുമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനകത്ത് വരല്ല്. വളരെ കൃത്യമായിട്ടാ ഇവിടെ ഇരിക്കുന്നത്. അവന്റെ സ്വഭാവം നമ്മളിലോട്ടോ, അവന്റെ സ്വഭാവം വേറെ ആൾക്കാരിലോട്ടോ പടരാതിരിക്കാനാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ഏത് ദുഷ്ടൻ? ഈ അധ്യായം തുടങ്ങിയപ്പോ പറഞ്ഞ ഈ അപ്പന്റെ ഭാര്യേനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നീച സ്വഭാവമുള്ളവനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അവൻ മുഖാന്തരം സഭയ്ക്കകത്തോട്ട് കയറി ഈ പ്രശ്നത്തെ പൗലോസ് അത് പരിശുദ്ധാത്മാവില് ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് വേണം നമ്മൾ പഠിക്കാൻ. സഭ ദൈവം തന്നിരിക്കുന്ന അധികാരം സഭയുടെ അകത്ത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വളരെ വലുതാണ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന സംരക്ഷണം അത് ഭയങ്കര വലുതാണ്. നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ചുമ്മാ അത് കാണിച്ച് ഇത് കാണിക്കുമ്പോ കൂടോത്രം വരും, ആഭിചാരം വരും എന്നൊക്കെ പറയുമ്പോ ചുമ്മാ പേടിക്കരുത് നമ്മൾ. നല്ല ബ ദൈവകൃപയിൽ നമ്മൾ നിന്നോളാം. നമുക്ക് വരുന്നത് മുഴുവനും ദൈവം അറിഞ്ഞിട്ടാ. വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ പുറകോട്ട് പോകരുത്. എന്റെ കർത്താവ് അറിയാതെ നമ്മളൊരു പാട്ടില്ലേ? കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. അതിന്റെ അടുത്ത സെന്റൻസ് എൻ മനം തളർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസഖിയ ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കർത്താവ് അറിയാതെ എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ കർത്താവിന്റെ സഭയുടെ അംഗമാണ്. ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. കർത്താവ് എന്നെ വില കൊടുത്ത് മേടിച്ചതാ. ചെറിയ വിലയൊന്നുമല്ല കൊടുത്തത്. സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ മേടിച്ചതാ. അത് ചുമ്മാ പിശാചിനെ തട്ടിക്കളിക്കാനുള്ളതല്ല. നമ്മൾ മറന്നു പോകരുത് ആ കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞത്, ഇതുപോലത്തെ ഒരു പരിപാടിയും നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്. നമ്മൾ മദ്യപിക്കുന്നുണ്ടാവില്ല, ദുർനടപ്പുണ്ടാവത്തില്ല, അസഭ്യം പറയുന്നില്ല, വിഗ്രഹാരാധന ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ ആത്മപ്രശംസ കൊള്ളുന്നവരാണോ? നമുക്ക് അത്യാഗ്രഹമുണ്ടോ? അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഇതുപോലും ഈ ഈസ്റ്റിന്റെ ഈ പുളിപ്പിന് തുല്യമാ. അത് പടരാൻ തുടങ്ങും മറ്റുള്ളവരിലേക്ക്. അതിപ്പോ ഓൾറെഡി പടർന്നിരിക്കുക. നമ്മുടെ ഇടയിലല്ല. നിങ്ങൾ നാട്ടിൽ വന്ന് സഭയിലോട്ട് ചെന്ന് നോക്കിയാൽ മതി. ഓൾറെഡി അത് പടർന്നിരിക്കുക. പലവിധമായിട്ടുള്ള ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്തൊക്കെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ പറയുന്നത് എന്താണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് അതിനകത്ത് കൈ കൊടുക്കാതിരിക്കാം. അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ആ സ്വഭാവം നമ്മളിലോട്ട് വരല്ല്. പകരം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുള്ളവരായിട്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട്. ഇതൊക്കെ പൗലോസ് ഈ അധ്യായത്തിൽ ഈ 1 കൊരിന്ത്യരിൽ എഴുതി. പക്ഷെ ഈ മനുഷ്യൻ അതും കൂടെ നമ്മൾ പഠിക്കണമല്ലോ. അല്ലെങ്കിൽ ഇത് പൂർണ്ണമാകത്തില്ല. ഈ മനുഷ്യന്, ഈ പറഞ്ഞ മനുഷ്യൻ പേരെഴുതിയിട്ടില്ല. ഇവന് മാനസാന്തരം വന്ന് ഇവൻ അവന്റെ മോശമായിട്ടുള്ള സ്വഭാവം മാറ്റിക്കളഞ്ഞപ്പോ പൗലോസ് അവനെ തിരികെയും കൂടെ വിളിക്കുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കണം. നമ്മള് സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇവനെ. അതുകൊണ്ട് അതോടുകൂടെ നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ നിന്നൊന്നും ഇവനെ കട്ട് ചെയ്ത് കളയൊന്നും അല്ല ട്ടോ. അതാണ് നമുക്ക് നമ്മക്കല്ല ഇപ്പോഴത്തെ സഭയ്ക്ക് പറ്റുന്ന അബദ്ധം. സഭയിൽ നിന്ന് അവനെ പുറത്താക്കി. അവൻ എന്താ ചെയ്തേ? അവൻ പുറത്തു പോയി ഒരു കല്യാണം കഴിച്ചു. അതുകൊണ്ട് സഭയിൽ നിന്ന് അങ്ങ് വിട്ട് പുറത്താക്കി. ഞാൻ അതിനകത്തൊന്നും കടക്കുന്നില്ല. കാരണം അതിനകത്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ക്ലാസ് തീരത്തില്ല.
നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 2ന്റെ 5 തൊട്ട് 8 വരെ ഒന്ന് വായിക്കാം. ഈ വ്യക്തിനെ അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ പൗലോസ് അവനെ തിരികെ വിളിക്കുക. കാരണം അത്രയും നേരം പൗലോസും ഈ സഭയും അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ വരവിങ്കിൽ നഷ്ടപ്പെട്ടു പോകരുത്. എടുത്താട്ടെ സിസ്റ്ററെ വായിച്ച. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതേ വ്യക്തിനെ തിരികെ വിളിച്ചതാണ് ആ കാണുന്നത്. അപ്പം എന്നേക്കുമായിട്ടൊരു സഹോദരനെ തള്ളിക്കളയാന്നുള്ളൊരു പരിപാടി ഇല്ല. താൽക്കാലികമായിട്ട് സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പോലും അവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അവൻ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞ 2 കൈയും നീട്ടി അവനെ സ്വീകരിക്കണം. അവനെ മടങ്ങി സ്നേഹിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ഇങ്ങനെയാണ്. നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ തോപ്പിച്ച് കളയാനോ നമ്മളെ കൈവിട്ട് കളയാനോ ദൈവത്തിന് ഒരു പ്ലാനും ഇല്ല. ദൈവം മുഴുവനും ആഗ്രഹിക്കുക നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ കർത്താവിന്റെ മനസ്സുള്ളവരാക്കി നടത്താമെന്നാണ് ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. ഇതേ കാര്യം തന്നെയാണ് ഇനി 6 അധ്യായത്തിനകത്തും പറയുന്നത്. അതും കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. 6ന്റെ 12 തൊട്ടൊന്ന് വായിക്കണേ. ഇതേ കാര്യം തന്നെ ആ, ഈ ഈ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിന്റെ വിശദീകരണമാണ് 7 അധ്യായത്തിന്. ആ, കല്യാണത്തോടുള്ള ബന്ധത്തിൽ 8 അധ്യായത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ളത്. 6ന്റെ തുടക്കത്തിനകത്ത് നിങ്ങൾ അന്യോന്യം കേസ് കൊടുക്കുന്നത്, അതൊരു ഇപ്പൊ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണല്ലോ. ഒരു സഹോദരൻ മറ്റു സഹോദരനെതിരെ കേസ് കൊടുക്കുന്നു, സഭയിലുള്ളവര്. അപ്പൊ ഈ ഈ കാര്യത്തിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത്. നമുക്ക് 6ന്റെ 12 തൊട്ട് താഴത്തോട്ട് വായിക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകിയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഓക്കെ ആമേൻ. ഓക്കെ. ഇത് ഇത് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എവ്രിതിങ് ഈസ് പെർമിസിബിൾ ഫോർ മീ. എന്റെ ജോലൊന്ന് കാണിച്ചടാ. 12 12ന്റെ 12 എല്ലാം കർത്തവ്യമുണ്ട്. എനിക്ക് നീ അത് അത് തന്നെ ഒന്നുമില്ല. അല്ല അത് തന്നെ മതി. എല്ലാം. അയ്യോ, നീ ഇംഗ്ലീഷ് എടുത്താ ശരി. ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിത്തിങ്. അത് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടേക്കുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവേ. ഐ ഹാവ് റൈറ്റ് ടു ഡു എനിത്തിങ്. അതുപോലെ തന്നെ കുറച്ച് താഴത്തുനിന്ന് ഫുഡ് ഫോർ ദ സ്റ്റൊമക് ആൻഡ് സ്റ്റൊമക് ഫോർ ദ ഫുഡ്. ഈ ഈ 2 കാര്യങ്ങളും എന്താണ് പറയുന്നത്, ഈ ഒരു പ്രോവർബ് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, ആ, എന്താണ് നാട്ടു നടപ്പ് എന്താണ് എന്നിട്ട് പറഞ്ഞ പഴഞ്ചൊല്ലെന്ന് പറയുന്ന പോലെ അവരുടെ ഇടയിലുള്ള ഒരു ഇതാണ് എനിക്ക് എന്തും ആകാം. അതായത് ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് എന്തും ആകാം, എനിക്ക് എന്തും കഴിക്കാം,
ആഹ് ഭക്ഷണം മുഴുവനും വയറിനുള്ളത്. വയറ് ഭക്ഷണത്തിനുള്ളത്. ഈ ഒരു ചിന്താഗതി അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പൗലോസ് പറയുന്നത്, നിങ്ങൾക്കെല്ലാം നിയമാനുസൃതമല്ല. നിയമാനുസൃതമാണെങ്കിൽ പോലും എല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് എല്ലാത്തിനകത്തോട്ടും കേറി നിങ്ങൾ തലയിടരുത്. എല്ലാത്തിനകത്തോട്ടും കേറി നിങ്ങൾ ഇടപെടരുത്. ഈ നേരത്തെ പറഞ്ഞിട്ട് അതിനോട് കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പൊ അവരുടെ ചിന്താഗതിയില് എനിക്ക് എന്തും ചെയ്യാം. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വേശ്യയോടുകൂടെ പോവാം. എനിക്ക് ആഹ് സ് ആഹ് സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ മലയാളം, എനിക്ക് ദുർനടപ്പാകാം. എനിക്ക് എന്തും ചെയ്യാം. എനിക്കൊരു കുഴപ്പമില്ല. ഈ ഒരു പഠിപ്പിക്കലും ഈ ഒരു ചിന്താഗതിയുമാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതിപ്പം ഈ ഈ അമേരിക്കൻ, യൂറോപ്പ് കൾച്ചർ എന്നൊക്കെ പറയുന്ന അവിടെ ഉണ്ട് ഈ സാധനം. ലിവിങ് ടുഗെദർ, എന്താണ് കല്യാണത്തിന് മുമ്പേ ഉള്ള റിലേഷൻഷിപ്പ്. എനിക്കെന്തുവാ? കാരണം ലോകം മുഴുവൻ ഇത് ചെയ്യുമല്ലേ. എനിക്കിപ്പോ ആവണേനിപ്പോ എന്താ കുഴപ്പം? എന്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇതാ ചെയ്യുന്നത്. അതിനിപ്പോ എന്താ? കല്യാണത്തിന് മുമ്പേ റിലേഷൻഷിപ്പ്, അബോർഷൻ ചെയ്യുക, ഇതുപോലത്തെ പല പരിപാടികൾ ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ. എനിക്ക് എന്തും ആകാലോ. എനിക്കിപ്പോ എന്താ കുഴപ്പം? അത് പൗലോസ് ക്ലിയർ ആയിട്ട് എടുത്തു പറയാ, സുഹൃത്തെ അങ്ങനെ പറ്റത്തില്ല. നിനക്കത് ഉപകാരമുള്ളതല്ല. നിനക്കിത് ബെനിഫിഷ്യൽ അല്ല. നീ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. നിന്റെ ശരീരം, അതാണ് ഇനി താഴത്ത് കല്യാണത്തിന്റെ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്നത്. 17 ഒന്നെടുത്ത്. 17 വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. ഇത് കല്യാണം കഴിക്കാൻ പോകുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കല്യാണം കഴിക്കുന്നവര് മാത്രമല്ല. നമ്മള് ശരീരം കൊണ്ട് ദൈവം തന്നിരിക്കുന്ന കല്യാണം പവിത്രമാണ്. ദൈവം ഓർഡെയിൻ ചെയ്തിട്ടുള്ളതാണ് കല്യാണം. ഒരു സ്ത്രീയായിട്ട് നമ്മള് ആ ഒരു ഒരു ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചാൽ, പിന്നെ നിങ്ങൾ 2 അല്ല. ഇത് നിങ്ങൾ കല്യാണ സ്ഥലത്ത് കേൾക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇത് ഒന്നാണ്. നിങ്ങൾ പിന്നെ ഒരു ദേഹിയാണ്. ഒറ്റ ഒരാളാണ് നിങ്ങൾ. അപ്പൊ പിന്നെ വേശ്യയോട് ചേരുന്നവന്റെ കാര്യം എന്തായിരിക്കും? അതാണ് പൗലോസ് ഇവിടെ എടുത്ത് പറയുന്നത്. നിങ്ങൾക്കിത് അറിയാൻ പാടില്ലേ? നിങ്ങൾ ഒന്നാണെന്നുള്ള കാര്യം. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ സെക്കൻഡില് ഞാനും യേശു ഒന്നാണ്. പിന്നെ ഞങ്ങളെ വേർപിരിക്കാൻ പറ്റത്തില്ല. ഈ ഈ കാര്യത്തിനെയാണ് കല്യാണവുമായിട്ട് ബന്ധപ്പെടുത്തി ബൈബിളിൽ പല സ്ഥലത്തും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. നീ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അത് ഡൺ. അതിനകത്ത് ഇനി ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. നീ ഡിവോഴ്സ് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. നിന്റെ ശരീരം നിനക്ക് മുറിച്ചു കളയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വേശ്യയോട് ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ 7 അധ്യായത്തിനകത്തുണ്ട്. നമുക്കത് പിന്നീട് അത് പഠിക്കാം. അപ്പം അതിന്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളും ക്രിസ്തു ഒന്നായിട്ടിരിക്കുന്ന പോലെ, നമ്മളും കർത്താവ് ഒന്നായിട്ടിരിക്കുന്ന പോലെയാണ് ഞാനും എൻ്റെ ഭാര്യയും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങൾ. അതുകൊണ്ട് കല്യാണം കഴിക്കാത്തവരോട് ഞാൻ പറഞ്ഞോട്ടെ, വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നൊരു ഉറപ്പ് മേടിച്ച് മുന്നോട്ട് പോവുക, കല്യാണം കഴിക്കുക. പ്രവാചകന്മാരുടെ ഇത് കേട്ടിട്ട് പോവരുത്. വേറെ ഒരു പരിപാടിക്കും പോവാതെ ദൈവം പറയുന്നത് കേട്ട് ചെയ്യാം. മാതാപിതാക്കള് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. അത് തന്നെ ചെയ്യുക. വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പ്രയാസമാകും. പ്രയാസമാകരുത്. അതുകൊണ്ടാണ് ഇത് മുന്നേ പറയുന്നത്. ഇനി കല്യാണം കഴിച്ചവരാണെങ്കിൽ ദയവ് ചെയ്ത് ദൈവം തന്നിട്ടുള്ള പങ്കാളിയെ പ്രാർത്ഥനയോടും വളരെ എളിമയോടും കൂടെ, ആഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവമാണെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പോകണം. കാരണം നമ്മൾ ഒരു ശരീരമാണ്. ഇനി അതിനകത്ത് അടുത്ത് വേറൊരു ഗൗരവകരമായിട്ടുള്ള കാര്യം പൗലോസ് പറയുന്നു 18 തൊട്ട്.
ദുർനടപ്പ് വിട്ടോടും. ദൈവത്തിന്റെ ദാനമായ നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരാ അല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആ പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനമാവുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാ തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിലാ. ഈ ശരീരത്തെ നമ്മള് വേശ്യയോടുകൂടെ അല്ലെങ്കിൽ മോശമായിട്ട് ഉപയോഗിച്ചാൽ ഈ ശരീരത്തെ തന്നെ നമ്മള് പൊളിക്കുന്നതിന് തുല്യമാ. ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്നതിന് തുല്യമാ. അപ്പൊ ഇതിന്റെ ഗൗരവം പോകുന്നത് കണ്ടോ? ഇതിനകത്താണ് പിശാച് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഇതിന്റകത്താ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇപ്പൊ ഇല്ല. കല്യാണം കഴിക്കണ്ടാന്നാ പറയുന്നെ ആൾക്കാരിപ്പൊ. ഏറ്റവും കൂടുതൽ പിശാച് ആക്രമിക്കുന്നത് കുടുംബത്തിന് നേരെയാ. സഭ കഴിഞ്ഞാൽ കുടുംബത്തിന് നേരെയാ. ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. എങ്ങനെങ്കിലും തകർക്കണം. അത് പിശാചിന് അറിയാം. എവിടെ തട്ടിയാ കാര്യം നടക്കുംന്നുള്ള അറിയാം. നിങ്ങൾ പുറത്തോട്ട് വന്ന് പിള്ളാരോട് പോയി ചോദിച്ചു നോക്കിയേ. സങ്കടം വരും പല കാര്യങ്ങളും കാണുമ്പോ. നിങ്ങക്ക് സുഹൃത്തുക്കളാവണേനൊന്നും തെറ്റില്ല കേട്ടോ. ആം, ഗേൾസ് ഉള്ള സുഹൃത്തുക്കളുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിര് വിട്ട് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യം. ഭയങ്കര ക്ലിയർ ആയിട്ട് എഴുതി അതിന്റെ ഗൗരവത്തിൽ നമ്മൾ ഇത് പഠിക്കണം. ചുമ്മാ ഇത് വായിച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ദൈവം വില കൊടുത്ത് മേടിച്ചിരിക്കുക. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അത് പൊട്ടിച്ചു കളയരുത്, പൊളിച്ചു കളയരുത്. അതിനെ വേറൊരു വേശ്യയായിട്ടോ വേറൊരു ഇതായിട്ടോ അതിനെ കൊണ്ടുപോയി കണക്ട് ചെയ്യരുത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യരുത്. നമുക്ക് ദൈവം അനുവദിച്ച് തുടർന്ന് ബാക്കി ആ, വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. പക്ഷെ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവം വളരെ എന്താണ് പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഈ കാര്യങ്ങൾ. ഇവിടെയാണ് മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഒരു വെല്ലുവിളി ഉള്ളത് ഇവിടെയാ. എങ്ങനെ പറ്റും? എങ്ങനെ ജീവിക്കും എന്നുള്ളത്. ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയും പെട്ടെന്ന് പോയി കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പോയിട്ട് കല്യാണം കഴിക്കുക. നാട്ടു നടപ്പുപ്രകാരം 30 വയസ്സാവണമെന്നൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പോയി കല്യാണം കഴിക്കുക. അതും പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ കാണിച്ചു തരുന്ന ഒരാളെ കല്യാണം കഴിക്കുക. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അതിനകത്ത്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. നിങ്ങളത് ആഹ് ദൈവനാമത്തിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കണം. ഒട്ടും ഒഫൻസീവ് ആയിട്ട് എടുക്കരുത് ഞാനീ പറയുന്നത്. എനിക്ക് ബൈബിളിൽ പറയുന്നതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല എനിക്ക്. ഒരു സാധ്യതയില്ല. ഞാനത് പറയത്തുമില്ല. അപ്പോൾ നിങ്ങളത് അങ്ങനെ എടുക്കണം. അതിന്റെ ഗൗരവത്തിൽ ഇത് എടുക്കണം. ഇത് ദൈവം ഭയങ്കര ഗൗരവമായിട്ട് ചെയ്യുന്നൊരു കാര്യാ. ഉം ഉം നടത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് അതുപോലെ തന്നെ എടുക്കണം. ഇതുപോലത്തെ പരിപാടികൾ നമുക്കുണ്ടാവരുത്. തുറന്നടപ്പോ അങ്ങനത്തെ ഒരു പരിപാടിയും നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്. നമ്മൾ അതിനകത്തോട്ട് കൈ കൊടുക്കാനും പോകരുത്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും പഴയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഭാരവും പേറി നമ്മൾ നടക്കരുത്. അത് പഴയതാണ്, കഴിഞ്ഞു. ദൈവം അത് മറന്നു. നമ്മളത് ഓർത്തോണ്ടിരിക്കരുത്. കർത്താവ് പറയുന്നത് വളരെ കൃത്യമാണ്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം. സാറേ എത്ര പ്രാവശ്യം ദൈവം വെളുപ്പിക്കും? എത്ര പ്രാവശ്യവും ദൈവം വെളുപ്പിക്കും. നീ തിരിച്ച് പാപമുണ്ട്, കടും ചുവപ്പാണെന്നും പറഞ്ഞ് ദൈവസന്നിധിയിൽ വരാമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ദൈവം വെളുപ്പിക്കും. സമുദ്രത്തിന്റെ ആഴത്തിലോട്ട് ആരും കാണാതെ വണ്ണം നമ്മുടെ പഴയ ജീവിതത്തിന്, പഴയ പരാജയങ്ങളെ, പഴയതിൽ പറ്റിപ്പോയ തെറ്റുകളെ ദൈവം കൊണ്ടുപോയി ഇടും. ആരും അത് എടുത്തോണ്ട് വരത്തില്ല. ആരും അതിന്റെ പുസ്തകം തുറക്കത്തില്ല. തെറ്റ് പറ്റിയത് പറ്റി, അത് വിട്ടു കളഞ്ഞു. അതിന്റെ ഭാരം ചുമന്നുകൊണ്ട് നമ്മൾ പോകരുത്. ഇന്ന് തൊട്ട്, ഇപ്പൊ തൊട്ട് ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവൻ, നമ്മക്ക് ഒരു ജീവനായിട്ട് തീരണം. നമ്മൾ അതിന്റെ വെളിച്ചത്ത് വേണം നടക്കാനായിട്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഈ നമ്മളെ ഹിന്ദുക്കളൊക്കെ അവരുടെ വിഷുവും അവരുടെ ഓണവും ഒക്കെ വെക്കുമ്പോ നമ്മളെ വിളിക്കില്ലേ? ആ അപ്പൊ നമ്മള് അത് പോയി അവിടെ ഭക്ഷണം കഴിക്കുന്നത്
ശരിയാണോ തെറ്റാണോ? ഉം. അത് 8 അധ്യായത്തിലാണ് അതിന്റെ കഥ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് പറയാം. അത് ഭയങ്കര ചർച്ചയുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ പോയി ഭക്ഷണം കഴിക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യം. ബൈബിള് പറയുന്നത്, ഇപ്പൊ ഞാൻ പോയി ആ, അതിന്റെ ആദ്യം തന്നെ അത് പറയാലോ. നമ്മുടെ എന്താണ് പറയുന്നത്, കാരണം ഇത് എന്തുകൊണ്ട് ഞാൻ കാരണം നമ്മൾ സ്തോത്രം ചെയ്ത് ഞാനിപ്പോ പറഞ്ഞ പോലെ ആ ഒരു അതോറിറ്റി അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ കഴിച്ചാൽ മതി സ്തോത്രത്തോടെ. പക്ഷെ ആ കഴിക്കുന്നവനൊരു സംശയം ഉണ്ടെങ്കിൽ, അതായത് ഇതിപ്പോ ശരിയാവോ, കഴിച്ച പ്രശ്നം ഉണ്ടെങ്കിൽ കഴിക്കരുത്. രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ, ഞാൻ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ബലഹീന സഹോദരന് അതൊരു പ്രശ്നമാവും, അതൊരു ഇടർച്ച ആവുമെങ്കിൽ ദയവായിട്ട് ആ പരിപാടിക്ക് പോകരുത്, സംബന്ധിക്കരുത്, കഴിക്കരുത്. പക്ഷെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ നമ്മളവിടെ ചെയ്യാം. കഴിക്കാൻ നമ്മളവിടെ കഴിക്കാൻ പോകുമ്പോ നമ്മൾ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പോലെ ആയി പോവില്ലേ? അതെ. അതെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇച്ചിരി ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആഹ് വചനപ്രകാരം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മള് കൂടെ ഉള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലേ. നമ്മക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്, അതായത് പ്രശ്നമാണെന്ന് സംശയമുണ്ടെങ്കിൽ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദേവദാസനെ, ആ, ചോദിച്ചോട്ടെ. നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസൻ, ഉം, പുള്ളി ഡൽഹിയില് സുശേഷവാല നമ്മുടെ നാട്ടിൽ വന്നപ്പം പുള്ളി ഏം, ഈ ജുബ ഉണ്ടല്ലോ, ഉം. കാവി ജുബ ഇട്ട് വന്നു. കേൾക്കുന്നുണ്ടോ? ആ, ജുബ ഇട്ടോണ്ട് വന്നു. ആ, ആ ആ, കാവി കാവി വസ്ത്രം. ഓ കാവി അപ്പൊ ജുബ. എൻ്റെ ഓ, ഓ. കാവി ജുബ. അപ്പൊ ആ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു, ഞാനിത് ഊരിക്കളഞ്ഞിട്ട് ആണ് ഇവിടെ നിൽക്കുന്നത്. ആ, ഏ ആ, കേട്ടോ, അദ്ദേഹത്തിന് അത് ഇടർച്ച വന്നു. അതെ, അതെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതെ, അതെ. നമ്മളത് എവിടെയാണെങ്കിലും പരിജ്ഞാനത്തോടെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത്രേ കറക്റ്റ്, ഉള്ളൂ. കറക്റ്റ്. എനിക്ക് ഷാജി ബ്രദർ പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോകാൻ നിൽക്കരുത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പുള്ളിക്ക് അവരുടെ ഇടയിൽ പ്രസംഗിക്കണമെങ്കിൽ പോകണമെങ്കിൽ കാവി ഇട്ട വളരെ ഹെൽപ്പായിരിക്കും. പക്ഷെ അത് ഒരു ഒരു ഭക്തൻ, അതായത് ഒരു വളരെ നിർമ്മലമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നാൽ അവനത് ഇടർച്ചയാവും. അപ്പൊ വളരെ ഗൗരവമായിട്ട് നമ്മളത് ചെയ്യണം. ദൈവത്തിന്റെ സന്നിധിയിൽ കാവി ഇട്ടാലും കറുപ്പിട്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരാൾക്കൊരു ഇടർച്ച ഉണ്ടെങ്കിൽ ആ പരിപാടി നമ്മൾ ചെയ്യാൻ പോകരുത്. ഞാൻ ആ, ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ മെന്റർമാര് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണത്. ഞാൻ മിക്കവാറും CGM-ൽ ടീഷർട്ടൊക്കെ ഇട്ടാ വരുന്നത്. അപ്പം അവിടെ ഉള്ള 1-2 പേർക്ക് കുഴപ്പമുള്ളൂ. അവർക്ക് ഇപ്പൊ എന്നെ അറിയാം. അതുകൊണ്ട് അവർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പോകും. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള, നീ ഒരു ചർച്ചിൽ പോവുകയാണെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വെള്ളം ഇട്ടുകൊണ്ട് പോകണം. ഞാൻ മിക്കവാറും അത് ചെയ്തിട്ടാ പോകുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ടീഷർട്ട് ഇട്ട് പോകുന്നത് കൊണ്ടോ ഈ പറഞ്ഞ പോലെ കാവി ഇടുന്നുണ്ട്. പക്ഷെ വന്നിരിക്കുന്നവർക്ക് അതൊരു പ്രയാസമാവും. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഞാനത് യുക്തിപൂർവ്വം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളിപ്പോ പറഞ്ഞ കാര്യം. ദൈവസന്നിധിയിൽ ഇതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ നമ്മക്കോ നമ്മളെ കണ്ടിരിക്കുന്നവർക്കോ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിഹാലേ, താങ്ക് യു സിസ്റ്റർ. ചോദിച്ചോട്ടെ. താങ്ക് യു, വിശുദ്ധ താങ്ക് യു. ഇനിയും ചോദിക്കണമെങ്കിൽ ചോദിക്കാവേ. ഇനി ഞാൻ ചോദിച്ചോളാം തുടരെ ഇനി ഓരോ പ്രാവശ്യം. ധൈര്യമായിട്ട് ചോദിച്ചോ. നിഹാല് ചോദിച്ചോ. വിൽസൺ ബ്രദർ ബനിയനിടുമ്പോ എനിക്ക് ഇടർച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്റെ ഉം. കുഴപ്പമാണോ വിൽസൺ ബ്രദറിന്റെ കുഴപ്പമാണോ? ആ, അത് ഒന്നാമത്തെ പ്രശ്നം. ആ, നമ്മള് എല്ലാവരെയും ഒരേ ത്രാസിൽ കൊണ്ടുപോയി വെക്കാൻ നോക്കരുത്. നമ്മളിപ്പോ സഭയിലാണെങ്കിൽ പോലും ഇപ്പം നമ്മളിപ്പോ ഈ ഒരു ഗ്രൂപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 മാസം മുമ്പ്, 1 കൊല്ലം മുമ്പ് രക്ഷിക്കപ്പെട്ടവരുണ്ട്. 10 കൊല്ലോ 20 കൊല്ലോ ഉള്ളവരുണ്ട്. ജനിച്ചപ്പോ തൊട്ട് വിശ്വാസത്തിലുള്ളവരുണ്ട്. ഈ കണക്കൊന്നും ആ, ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കണക്കാ. ഇതൊന്നും യഥാർത്ഥ ആത്മീയ പക്വതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്.
പിടികിട്ടുന്നു ഞാൻ ഈ പറയുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എത്ര വലിപ്പമുള്ള ആളാണ്, എത്ര ചെറുപ്പമുള്ള ആളാണ്. അപ്പം അപ്പം അവന്റെ കുറവായതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവനെ നന്നാക്കാം എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മള് അ- അത് ഓർത്ത് ചെയ്താൽ മതി. ഇപ്പൊ 4 പേരുള്ള ഒരു ക്ലാസ്സാണ്. നിഹാലും ജോയലും ബിൻസിയയും സാംസണൊക്കെ ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഞാനൊരു ജീൻസും ഒരു ടീഷർട്ട് ഇട്ടോണ്ട് വന്ന എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് അറിയാത്ത 2 പേരും കൂടെ ആ ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഗൗരവമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത്രേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ എനിക്കൊരു ഇടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആ, എന്റെ മിസ്റ്റേക്ക് അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല അത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഷാജി ബ്രദർ പറഞ്ഞ പോലെ അതൊരു നല്ലൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. കാവ്യവസ്ത്രം കളഞ്ഞിട്ട് വന്ന ഒരു പുള്ളി, അതായത് ആ പറഞ്ഞതിന്റെ അർത്ഥം വേറൊരു വിശ്വാസത്തിൽ അവരുടെ കാവിയിട്ട് അവരുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന പുള്ളിക്ക് ഒരു വെളിച്ചം ഉണ്ടായപ്പോ പുള്ളി കാവി ഉൾപ്പെടെ ഉപേക്ഷിച്ചു. അതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ കാവി ഉൾപ്പെടെ ഉപേക്ഷിച്ച ഒരു പുള്ളിയുടെ മുമ്പിൽ കാവി ഉടുത്ത ഒരാൾ വന്ന് പ്രസംഗിക്കുമ്പോൾ പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പുള്ളി അതിപ്പം നീ പറയുന്ന പോലെ പുള്ളിയുടെ വളർച്ചയോ ഇടർച്ചയോ ഒന്നും അല്ല. അത് പുള്ളിയുടെ ഒരു കാര്യമാണത്. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ പുള്ളീനെ നന്നാക്കി എടുത്തിട്ട് ഞാൻ കാവി ഇടിക്കാം ആ ഒരു സ്റ്റാൻഡ് പിടിക്കരുത്. എനിക്ക് എനിക്ക് ബൈ ബിന്ദു സിസ്റ്റർ, ബൈ ബൈ. എനിക്ക് ഒരാളോട് ഈ ഇടർച്ച കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇടർച്ച ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മനസ്സിൽ പ്രയാസം ഉണ്ടാവില്ല. ഇടർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാവി ഉടുത്ത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് മുഴുവനും അവൻ എൻ്റെ ഡ്രസ്സിനെയും അവന്റെ പഴയ ജീവിതമായിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്ന വചനം ഒന്നും അവൻ ശ്രദ്ധിക്കത്തില്ല, അവന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം നീ മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിൽ കേൾക്കാതിരിക്കാൻ നീ ഒരു ഇടർച്ചയാവുന്നു എന്നുള്ളതാ. നീ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ചെയ്ത പുള്ളി ആരാണെങ്കിലും. അപ്പൊ കുശുമ്പ്, അതിനൊരു അസൂയ, സാധ്യത കൊടുക്കരുത്, അതിനൊരു അവസരം കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടക്കേട്, കുശുമ്പ്, അസൂയ, മനസ്സിലുണ്ടാകുന്ന പ്രത്യേകതരം വേദന, ഒരാളുടെ നല്ലത് കാണുമ്പോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വേദന, അതൊന്നും ഇടർച്ചയില്ല. അതും ഇടർച്ചയാണ്. അത് ഈ ഈ പറഞ്ഞ കണക്ഷനായിട്ട് ബന്ധമില്ല. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും വസ്ത്രത്തിന്റെ കാര്യമാണ്. അതായിട്ടല്ല ഈ നീ പറയുന്ന ഇടർച്ച. അത് വേറെ രീതിയിലുള്ള ഇടർച്ച. അതാണ് നമ്മളിപ്പോ ഇന്ന് പഠിച്ചത്. ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ള ഒരുത്തൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവന് ഇടർച്ചയാവാതിരിക്കാനായിട്ട് വിശ്വാസിയായിട്ടുള്ള മറ്റുള്ളവൻ ശ്രമിക്കണം. 2 രീതിയിലും ശ്രമിക്കണം. ഇടർച്ചയുള്ളവൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ മറ്റുള്ളവനെ ബാധിക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിടികിട്ടുന്നോ? അപ്പം 2 രീതിയിലും അത് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി വരാൻ പോകുന്ന കുരുന്തലേഖന പഠനവും ഇതുപോലത്തെ ഹോട്ട് ടോപ്പിക് ആയിരിക്കും. ദൈവം അതിനുള്ള കൃപ തരും നമുക്ക്. Thank you, Pastor. Bye bye. ബൈ ബൈ മിസ് സിസ്റ്റർ. God bless you. താങ്ക് യു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കർത്താവിന്റെ വരവെങ്കിൽ കാണാം, താമസമെങ്കിൽ. ഓക്കെ, ശരി ഓക്കെ എന്നാ. സാറേ. ഓക്കെ, താങ്ക് യു, ബൈ താങ്ക് യു. ബൈ ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ. അജിത്ത്, ബൈ ബൈ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിച്ചാട്ടെ. ആ ഇഫ് ഇറ്റ് ഈസ് എൻ അബ്യൂസീവ് ഹസ്ബൻഡ്, ആ ഉം. സിറ്റുവേഷൻ എങ്ങനെയാണ് ആ കപ്പിള് ഡീൽ ചെയ്യുന്നത്? അബ്യൂസീവ് ഹസ്ബൻഡിനെ ഡീൽ ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഡീൽ ചെയ്യണം. അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വേണ്ടി കീഴടങ്ങിയിരിക്കണം. എത്ര അബ്യൂസ് ആണെങ്കിലും ദൈവം ആക്കി വെച്ചതാണെന്നുള്ള ബോധ്യത്തിൽ വേണം നിൽക്കാനായിട്ട്. ആ ഭാര്യ മൂലം പിന്നീട് കർത്താവ് രക്ഷിക്കപ്പെടും. പക്ഷേ ലൈക്ക് ഞാൻ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഇങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ആ ചേച്ചിയാണെങ്കിൽ ലൈക്ക് ഒരു നല്ല ക്യാരക്ടറാണ്, ലൈക്ക് ഉം. അങ്ങനെ ഡോമിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. പക്ഷേ ദ ഹസ്ബൻഡ് കീപ്സ് അബ്യൂസിങ് അവർ ഫിസിക്കലി. ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുമുണ്ട്. സോ അത് കാരണം ദ ചേച്ചി ഗെറ്റ്സ് റിയലി ഡിപ്രസ്ഡ്. അപ്പോൾ ഇത് ജീവിതകാലം മുഴുവൻ ഈ ഒരു അബ്യൂസ് കൊണ്ട് നടക്കാനാണോ, അതോ ഡിവോഴ്സ് ചെയ്യണോ, ചെയ്യാൻ പാടില്ലേ എന്നാണ്. ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവനും അവർ ഇത് കുഞ്ഞുങ്ങൾ ഇത് കൊണ്ടുനടക്കണം. കാണുന്നതല്ലേ. കുഞ്ഞുങ്ങൾ ഇത് കാണും. കറക്റ്റ്. ആ
ഒരു ഫിസിക്കൽ ലൈക്ക് ആ ഒരു മെന്റൽ ട്രോമ അത് ആ കുഞ്ഞുങ്ങളിലും വരും. അല്ല നീ ഈ പറയുന്നത് മുഴുവനും 100% സത്യമായിട്ടുള്ള കാര്യം. അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോയി, അവിടെയുള്ളവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി നീ ഏതറ്റം വരെ പോകത്തില്ലേ? അവിടെ നീ സുവിശേഷം പറഞ്ഞപ്പോ അവര് നിന്നെ തെരുവിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അടിച്ചു, ഇടിച്ചു, നിന്നെ നഗ്നനായിട്ട് അടിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിക്കാം. ദൈവം പറയാം നീ അവിടെ തന്നെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇട്ടേച്ച് പോവോ അതോ പിന്നെയും കണ്ടിന്യൂ ചെയ്യോ? ചെയ്യുമല്ലേ? അത്രേ ഉള്ളൂ. അത് തന്നെ ഇവിടെ. ആ ഒരൊറ്റ വ്യക്തി ചിലപ്പോൾ രക്ഷിക്കപ്പെടുന്നത് ആ സ്ത്രീ മൂലമായിരിക്കും. ആ സ്ത്രീ ചെയ്യേണ്ട കാര്യം, ആ സഹോദരി ചെയ്യേണ്ട കാര്യം, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവം മാറ്റം വരുത്തും. ഞാൻ ഇങ്ങനെയുള്ള ഒരു അപ്പന്റെ ആയിരുന്നു. എൻ്റെ അപ്പൻ ഗൾഫിലായിരുന്നു, നല്ല വെള്ളമടിക്കുന്ന ഒരു ടീമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ട് ടെറസാണ്, ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിന് മുമ്പ് വാർക്കയുടെ ടെറസിൽ എന്നെ അനിയനെയും കൊണ്ട് അമ്മ പോകും. എന്നിട്ട് അവിടെ ഈ തേച്ച ടെറസ് അല്ല, ഇങ്ങനെ പരിവരപ്പുള്ള ടെറസാ. ഇപ്പോഴും ആ ടെറസിന്റെ കീഴിൽ ഞാൻ താമസിക്കും. അവിടെ ഈ അമ്മ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും രാത്രിയിൽ. ഞാൻ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് കരയുന്ന കേൾക്കാം സൗണ്ട് രാത്രിയിൽ. പിന്നീട് അപ്പൻ മാറി, അമ്മയുടെ സ്വഭാവം മാറി, അപ്പനും മാറി. നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രാർത്ഥിച്ച മറുപടി കിട്ടാത്തൊരു കാര്യമില്ല ഈ ഈ പ്രപഞ്ചത്തിന്റെ, ഈ ആകാശത്തിന്റെ കീഴ്. അപ്പൊ നമ്മൾ അതിന് ഒരു സയന്റിഫിക് നെയിം കൊടുത്തിട്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ, എന്നാ പിന്നെ അങ്ങനെ ആകാം എന്നൊരു പോയിന്റിലോട്ട് പോകുന്നതിൽ വലിയ കഥയില്ല. ബൈബിള് പറയുന്നത് അബ്യൂസീവ് ഹസ്ബൻഡ് അല്ല, സെക്ഷുവലി ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ നിനക്ക് ഡിവോഴ്സ് ചെയ്യാം. മനസ്സിലായോ? അതായത് പരസ്ത്രീ ബന്ധമുള്ള ഒരു ഭർത്താവാണ്, ഒരു ഭാര്യ ആണെങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ ഡിവോഴ്സ് ചെയ്താലും നമുക്ക് വേറൊരാളെ കെട്ടാൻ പറ്റില്ല എന്നാ ഉള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ഹസ്ബൻഡ് മരിക്കണം. നീ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട. അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു. കാരണം ഇപ്പൊ മനസ്സിലായി, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. നീ പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, അത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ല എന്നങ്ങ് വിചാരിക്കാം. ഞാൻ ഇപ്പൊ പറയാ ഞാൻ ആദ്യം കണ്ട ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ചേച്ചിയെ ഒരുപാട് ഫിസിക്കലി അബ്യൂസ് ചെയ്തു. പിന്നെ ഇത് ചർച്ചയിൽ വന്നുകൊണ്ടിരുന്ന രണ്ടുപേരാണ്. അതായത് ആ ഹസ്ബൻഡും ചർച്ചിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മീൻസ് എല്ലാവരോടും കളിച്ച് തിരിച്ച് നടക്കുന്നത്. ഞാൻ എന്തോ 2 ദിവസത്തിന് ആ വീട്ടിൽ നിന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. സോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൽ എന്തോ കേസിൽ പെട്ടിട്ട്, ഇത് സൗദി നടക്കുന്ന സംഭവം, കേസിൽ പെട്ടിട്ട് പുള്ളിക്കാരൻ ഒളിവിൽ പോയി. വൈഫും കൊച്ചും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അനേക വർഷങ്ങള് ഈ വൈഫും കൊച്ചും ഒറ്റയ്ക്കായിരുന്നു. അവസാനം ആ ചേച്ചിക്ക് ക്യാൻസർ വന്നിട്ട് ചേച്ചി മരിച്ചു. മരിച്ച അടക്കത്തിന് സമയത്താണ് ഈ പുള്ളി തിരിച്ച് കാണാൻ വരുന്നത്. സോ അത്രയും കാലം ജീവിച്ച ആ ചേച്ചിക്ക് അത്രയും ഒരു ട്രോമയല്ലേ അനുഭവിച്ചത്. ആയിരിക്കാം, ഞാൻ അല്ലാതൊന്നും പറയത്തൊന്നുമില്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്യത്തില്ല അതൊന്നും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവം അങ്ങനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചേച്ചിയുടെ ഉത്തരവാദിത്വമായിരുന്നു ആ ഹസ്ബൻഡിനെ നേടുക എന്നുള്ളത്. അപ്പം നിഹാലേ, എന്താണ് പറയാനുള്ളത്? അല്ല, ഇതേപോലെ എനിക്കൊരു ഡൗട്ട് വന്ന സമയത്തെ ഇതേപോലെ തന്നെ എനിക്കൊരു ആൻസർ ഉണ്ടായിരുന്നു. ആ ചേച്ചിയും ആ ചേച്ചിയുടെ മക്കളും ദൈവസന്നിധിയിലെ പുള്ളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഇതേ ഡൗട്ട് ചോദിച്ചായിരുന്നു. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ ഇതേപോലെ ഹസ്ബൻഡ് ഭയങ്കര വില്ലനാണ്. പുള്ളിക്ക് വേണ്ടി പാസ്റ്റർമാര് പ്രാർത്ഥിക്കും, ബാക്കി അറിയാവുന്ന പറയും പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ എല്ലാ ആഴ്ചയും ഡിവോഴ്സിന് വേണ്ടി പോകുന്നവരായിരുന്നു. അങ്ങനെ ഈ ഡൗട്ട് വന്നപ്പോൾ ഞാനും ചോദിച്ചായിരുന്നു, നമുക്ക് ഡിവോഴ്സ് ഓക്കെ ആണോ? ഇങ്ങനെ ജീവിക്കുമ്പോൾ മക്കളൊക്കെ അപ്പനെ വെറുക്കുകയും വീണ്ടും വീണ്ടും പാപത്തിലേക്ക് കൊല്ലുന്നൊക്കെ ചിന്തിച്ചപ്പോ ഈ ചേച്ചിയും ഈ 2 മക്കളും അപ്പന്റെ കുറ്റവും പറയും, അപ്പന്റെ കുറവും പറയും, പക്ഷെ അപ്പനെ സമർപ്പിച്ച് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ചേച്ചിയെ ഇതും കൂടെയാണ് നോക്കാനുള്ളത്. കർത്താവിന്റെ വഴിയെ പോയി നോക്കണം.
എന്റെ ജീവിതത്തിലെ അനുഭവം ഉണ്ട് കേട്ടോ. എനിക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ഉം. പണ്ട് കർത്താവിനോട് ഞാൻ വിഷമം പറയുമായിരുന്നു. പിന്നെ ഞാൻ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു വിഷമം ഉണ്ടാവുന്ന സാഹചര്യം മാറ്റുകയും ചെയ്യും. പ്ലസ് നമ്മളെ അതിനെ അതിജീവിക്കാനായിട്ട് കാര്യപ്രാപ്തിയാക്കുകയും ചെയ്യും. അതെ. ജോലി പറഞ്ഞ കാര്യം. അതെ. അപ്പം അതാണ് ക്രിസ്തുവിന്റെ വഴി ബൈബിള് പറയുന്നത്. യെസ്, ബിറ്റ്സി ചോദിച്ചോ? അത് ബൈ പറയുന്നതാണ്. Uncle, hi. ഹലോ Yeah, ഹലോ. so Jola Chachan and Nihala Chachan Vanavalu. Like, I personally know a family. Actually, it's like parents of Kucha. It's like with his son, I think so, he's almost more than 35 or 40 years of age. So, അവര് actually ദോഹയിലായിരുന്നു, but then they came back to India because ഈ son is actually ജോലി ചെയ്യുമായിരുന്നു, പക്ഷേ ജോലി എല്ലാം വിട്ടിട്ട് നാട്ടിൽ വന്നു. ആൻഡ് അതുകൊണ്ട് അവരുടെ പേരൻസിനും ഇവിടെ നാട്ടിൽ വരേണ്ടി വന്നു. ബട്ട് ഫ്രം ദെൻ ഐ തിങ്ക് സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 20 to 25 years, like the parents are in a house arrest of the son. Like they can't go anywhere. അവർ ഭയങ്കര ഓൾഡാ, അവർക്ക് എങ്ങും പോകാൻ പറ്റില്ല. അവർക്ക് ഇപ്പം നേരത്തെ ഒക്കെ സൺഡേ മാത്രം ചേർച്ചിൽ പോകാൻ മാത്രം ലൈക്ക് ദേ ഹാഡ് ദ പെർമിഷൻ ടു ഗോ. ബട്ട് ഇപ്പം ആണെങ്കിൽ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സമയമാണ്. ലൈക്ക് ആൾക്കാരെ വിളിക്കുന്ന പുറത്ത് പോയി മെഡിസിൻ വാങ്ങിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയാ വിളിക്കുന്നത്. സോ ലൈക്ക് ദേ ആക്ച്വലി ഐ തിങ്ക് സോ അവർ ഈ സണ്ണ് ഒരു കൗൺസിലിംഗ് ഒക്കെ വിട്ടായിരുന്നു, പക്ഷെ പിന്നെയും വീണ്ടും തിരിച്ചു വന്നപ്പം and I think so they like the son may also be beating their parents. I'm not sure because they have not told anything like that. പക്ഷെ അവർ ഭയങ്കര അവർക്ക് ഈ സണ്ണിനെ ഒന്നും ചെയ്യാനും പറ്റില്ല. They don't want to leave that son also. They don't want to tell anyone also. They can't tell. അവർക്ക് ഒരു ഫോൺ കോൾ പോലും പറ്റില്ല. ആൻഡ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറച്ച് പേരാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദിസ് സൺ ഓൺലി നീഡ്സ് ഫുഡ്. He needs all whatever he wants. He needs a car, he needs a bike to go out. And ഇപ്പൊ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 to 10 years ആയിക്കൊണ്ട് that son is not even going out of their house. So he's mentally unstable now. And our parents ഇങ്ങനെ like our uncle heart patient, auntie is also not well. അപ്പൊ അവർ എന്തോ ചെയ്യും. Like we all are praying for them, like for like as I said, like 25 years. പക്ഷേ like what I mean, അവർക്ക് ഇപ്പം ഒട്ടും ലൈക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ക്ലിയർ ഒരു ഡിമോണിക് ഇതാണ് ഇപ്പം ബിൻസി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവിടെ ആരുമില്ല, സിബിനും പോയി. ഓക്കെ, ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് CGM-ല് ആലുവയിലെ ഓഫീസില് നമ്മളൊരു 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നായിരുന്നു. 3-ാമത്തെ ദിവസം ഈ എറണാകുളത്ത് സ്ഥലം എനിക്കറിയില്ല, അവിടുത്തെ ഒരു പാസ്റ്റർ വന്നിട്ട് സെയിം സിനാരിയോ, ഇതേപോലത്തെ ഒരു സിനാരിയോ, ഈ മോൻ പാരന്റ്സിനെ ഉപദ്രവിക്കുന്നു, എല്ലാം നശിപ്പിക്കുന്നു, പക്ഷെ അതിനകത്ത് ഈ പയ്യൻ ഡ്രഗ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കണം, നമ്മളത് പ്രാർത്ഥിക്കണം. അപ്പം അന്ന് തന്നെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനൊരു ചങ്ങല പൊട്ടുന്നതായിട്ട് ഐ എം സീയിങ് ഇൻ വിഷൻ, ഐ എം സീയിങ് എ ചെയിൻ ഈസ് ബ്രേക്കിംഗ്. സോ അത് സഭയുടെ ഉത്തരവാദിത്തം. അപ്പൊ ഞാനത് സഭ പ്രാർത്ഥിച്ചില്ല എന്നോ നമ്മൾ പ്രാർത്ഥിച്ച് കുറഞ്ഞു പോയെന്നോ ഞാൻ പറയത്തില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഡിമോണിക്കിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണത്. നമ്മളത് ഉപവാസത്തോടു കൂടി ഇരുന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. നമ്മൾ അതിനുള്ള ഒരു ആത്മബലത്തിൽ ആയിരിക്കണം. ദൈവം അത് ചെയ്യും, ദൈവം തീർച്ചയായിട്ടും ചെയ്യും. സഭയ്ക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്. ചർച്ചാണ് അതിന് ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടത്. ഇത് മിക്കവാറും 99% കൗൺസിലിങ്ങും ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഡിമോണിക്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഡിമോണിക് എന്ന് പറയുമ്പോൾ ഒരു ഡീമോൺ സ്പിരിറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിടികിട്ടുന്നു ഞാൻ ഈ പറയുന്നത്. ഡീമോൺ സ്പിരിറ്റ് വേണമെന്നില്ല, പക്ഷെ ഈ ഡിമോണിക് എഫക്റ്റ് നമ്മുടെ പല
കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ ഒക്കെ കപ്പാസിറ്റി ഉള്ളതാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ ചിന്ത പോലും, നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളും അതിന് പോലും പവർഫുൾ ആയിട്ടുള്ള ഇതുണ്ട് ഇതിനകത്ത്. അപ്പം അതെങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യം. അത് വരുന്നത് വലിയ ചോദ്യമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും പിശാചിന് അല്ലെങ്കിൽ ഡീമോൺസിന് ക്ലെയിം ചെയ്യുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളിപ്പോ പഠിച്ച സെക്ഷൽ ഇമ്മോറാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആ, അതുപോലത്തെ എന്തെങ്കിലും സാധനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്ലെയിം ചെയ്തിട്ട് ഈ പുള്ളി വന്നിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ മേല് ഒരു ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇവൻ നേരെ ഈ വിശ്വാസം സാക്രിഫൈസ് ചെയ്യുന്ന സഫർ ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. അത് ഒരു കേസല്ല ബിൻസ്, ഇതുപോലെ ഒത്തിരി കേസുകൾ എനിക്ക് നേരിട്ട് അറിയാം. ഒത്തിരി കേസുകളുണ്ട് ഇതുപോലെ. പക്ഷെ ഇപ്പൊ അവര് ചേർച്ചൊന്നും പോകുന്നില്ല. ലൈക്ക് അവരൊരു കുറെ നാളായിട്ട് ചേർച്ചിലൊന്നും പോകുന്നില്ല. അപ്പം അതാണ് അൾട്ടിമേറ്റ്ലി don't അതാ have the സംഭവിക്കുന്നത്. support of യെസ്, so കറക്റ്റ്. shouldn't we who should do it like for them? നമുക്ക് നമുക്ക് അത്ര ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആളാണെങ്കിൽ എനിക്ക് അറിയത്തില്ല ബിൻസിക്ക് അത് എത്രത്തോളം പറ്റുമെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു 2-3 പേരുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് തോന്നില്ല അവരെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അത് അവര് വരുമെന്നുള്ള അവരുടെ കാര്യം. വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല. ലൈക്ക് അതെ അതിങ്ങനെ അതെ our parents is very fearful like he might Yeah. be there or അതെ എന്തെങ്കിലും ചെയ്തു. We അതെ. don't have any access to that person. ഉം. എൻ്റെ അറിവില് ഇതുപോലെ കുറെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ വയനാട്ടിലും വയനാട്ടിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലം എറണാകുളത്തൊക്കെ ഉണ്ട്. അവിടെ 7 ദിവസമോ കുറെ ദിവസങ്ങൾ അവിടെ താമസിച്ച് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഈ വ്യത്യാസം ഉണ്ടാകും. ഒത്തിരി ജീവിതങ്ങൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലെത്തിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ പോയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് നിർത്താന്നുണ്ടെങ്കിൽ, പക്ഷെ എനിക്കറിയില്ല ഇതിനകത്ത് ഇപ്പൊ എന്താ പറയാൻ പറ്റാമെന്ന്. കുറച്ചുകൂടെ നേരത്തെ ചെയ്യണ്ടായിരുന്നു. It's like all we can do is like pray for them. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാവുന്നുള്ളൂ. പക്ഷെ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ദർ ഈസ് എന്താണ് ഒരു ഹിൻഡറൻസ്, എന്തോ ഒരു സംതിങ് ഡിമോണിക് ഇത് അതിനകത്തുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് അതാണ്, വേറൊന്നും അതിനൊരു കാരണം പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നില്ല, ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ അതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്, ഒരു എലമെന്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. Yeah. നിഹാലെ എന്താ പറയാനുള്ളത്? ആളില്ല. കേട്ടില്ലടാ. നമ്മളിപ്പോ ഈ പറഞ്ഞൊരു മോനില്ലേ, ആ ഒരു മോന്റെ വീട്ടിൽ നമ്മൾ കയറി പോകുമ്പോ ഇവൻ നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് ഫിസിക്കലി എതിർക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഇത് ഫിസിക്കൽ അറ്റാക്ക് വന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും. അതൊരു കംപ്ലീറ്റ് ഡിമോണിക് ഇതാണ് അത്. അതല്ല നീ ഉദ്ദേശിച്ചേ? അല്ല, ഇവനിപ്പോ നമ്മളെ അറ്റാക്ക് ആരുടെ വീട്ടിൽ കയറാൻ പറഞ്ഞു അറ്റാക്ക് അപ്പൊ അത് നമുക്ക് ഫിസിക്കലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. തിരിച്ച് അറ്റാക്ക് ചെയ്യല് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. കാരണം അത് ഒരു ഡിമോണിക് ഇതാണത്. കേരളത്തിലാണ് കേസ് കൊടുത്തത്. കേരളത്തിലാണ് കേസ് കൊടുത്തൂടെന്നോ മോനെതിരെ? ഇപ്പൊ അമ്മേനെ അപ്പനെ ഇറക്കി വിട്ട. എടാ അത് ഇത് ഈ പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ 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 സംഭവിക്കുന്ന. ഈ ഈ മോൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഗൾഫിലൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ട്രാജഡി ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ അത് കറങ്ങിത്തിരിഞ്ഞ് പാരന്റ്സിന്റെ ഉള്ളില് വന്നു കാണും, അവന്റെ ചിന്തയിൽ പാരന്റ്സ് ആയിരിക്കാം എന്നുള്ളതൊക്കെ വന്നു കാണും. നല്ല രീതിയിൽ വളർന്ന കൊച്ചുങ്ങളൊക്കെ ആയിരിക്കാം അത്. നമ്മൾ ഈ പറയുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല അത് സംഭവിക്കുന്നത്. ഇവനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി നന്നാക്കാനായിട്ടേ പറ്റുള്ളൂ. ഇവനെ വിളിച്ചാൽ വരില്ലല്ലോ. അതെ അതെ, ഫോഴ്സ്ഫുള്ളി ഒന്നും കൊണ്ടുപോകണ്ട. ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞങ്ങ് പോയാൽ മതി. എത്ര പേരെയാണ് അങ്ങനെ കൊണ്ടുപോയി ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്കിയേക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞാ കൊണ്ടുപോകും. അങ്ങനെ എതിർക്കുവാണ്
കൊണ്ടുപോയി അടച്ചിട്ട് ശരിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാനേ പറ്റുള്ളൂ അല്ലേ? അടച്ചൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ശരിയാ. അതെ അതെ. ഒത്തിരി കേസസും ഉണ്ട്. ഇപ്പം നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ബിൻസിയും ജോയലൊക്കെ ഇത് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റും ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അവിടേക്കാണ് നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ അറിഞ്ഞവരുടെ ഇടയിൽ പോയി പറഞ്ഞും അറിയാവുന്നവരുടെ ഇടയിൽ പോയി സമയം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഇടയിൽ ഗുസ്തി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ഈ വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസത്തിൽ ഇതുപോലത്തെ മാതാപിതാക്കളെ കുറച്ച് കാലത്തേക്ക് നിർത്താൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നന്നാക്കി കൊണ്ടുവരാനായിട്ടൊക്കെ സ്ഥലങ്ങളുണ്ടോ? സ്ഥലം നീയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ആ സ്ഥലം. പക്ഷെ നമ്മളുടെ കയ്യിൽ നിൽക്കാത്തത് വരുമ്പോ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഈ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ സ്ഥലമുണ്ട്. ഇപ്പം നമ്മുടെ ആ കണ്ണൂർ ഒരു സ്ഥലത്ത് ഞാൻ പോവായിരുന്നല്ലോ, ഒരു ധ്യാനകേന്ദ്രം ഒരാഴ്ചത്തെ. പേര് ചെറു മറന്നുപോയല്ലോടാ. ചെറുതോണി, ചെറുപുഴ, ചെറു ചെറുപുഴ. ചെറുപുഴ. അവിടെ ഞാൻ വരുമായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാനായിട്ട്. അത് ഈ ഒരാഴ്ചത്തെ ഈ മദ്യലഹരി കുടുംബം അങ്ങനെയുള്ളവരെ തകർന്നുള്ളവർക്ക് വന്ന് അവർ താമസിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ക്ലാസ്സും പ്രാർത്ഥനയൊക്കെയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ പരിപാടികൾ ഉണ്ട്, നമ്മുടെ ചുറ്റും ഉണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാരെ. ഉം. അപ്പൊ ഈ പറയുന്ന അപ്പച്ചൻ അല്ല, ഈ പറഞ്ഞ അപ്പച്ചൻ എവിടെയാന്ന്? അതെന്തിനാ നീ അറിയണം? ഈ അപ്പച്ചൻ നാട്ടിലുണ്ട് ഇപ്പം. നീ അഡ്രസ് ഒക്കെ കേട്ടിട്ട് എന്താ കാര്യം? നീ പോകുന്നുണ്ടോ അങ്ങോട്ട്? ആർക്കറിയാം, ദൈവം എന്നെ നിയോഗിച്ചാലോ. പോകാതിരിക്കും. നീ ഇപ്പൊ അപ്പച്ചന്റെ പേര് കേട്ടല്ല, അല്ല പേര് പറഞ്ഞില്ല, കാര്യം അറിഞ്ഞല്ല അപ്പച്ചന്റെ. നീ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊട്ട്. അതിനുവേണ്ടി നിന്നെ കേൾപ്പിച്ച ആ കാര്യം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ ഉറപ്പ് പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടാ. എനിക്ക് വേറെന്താ പണിയുള്ള ജോലെ? ചോദിച്ചു. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ. ഇപ്പോ ബർത്ത്ഡേ ആഘോഷിക്കുക, ഓക്കെ, ചർച്ചില്. അപ്പോ അത് ആഘോഷിക്കുമ്പോൾ എനിക്ക് ഇടർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ ബർത്ത്ഡേ സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാത്തതുകൊണ്ട് പലർക്കും ഇടർച്ച അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇടർച്ചയുണ്ട്. ഇപ്പൊ എന്താ ഞാൻ പറയേണ്ട ഇതിനകത്ത്? എന്താ എനിക്ക് അറിയത്തില്ല ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. നമ്മള് തന്നെ ഒരു ടേംസിൽ എത്തണം അത്. അതാണ് ഞാൻ മെയിൻലി ബർത്ത്ഡേ മാത്രമല്ല, അങ്ങനെ ഉള്ള സെലിബ്രേഷൻസ് ഇവിടെ ചെയ്യുമ്പോ അത് ഇതൊക്കെ എന്താ പറയാ, ഞാനിപ്പം നമുക്ക് ഉത്സവവും ഇല്ല, പെരുന്നാളില്ല, ആഘോഷങ്ങളില്ല, മറ്റ് കലാപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് യുവമാര് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ബർത്ത്ഡേ, ആനിവേഴ്സറി, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ഹസ്ബൻഡ്, വാലന്റൈൻസ്. അപ്പം വേറൊരു സംഭവം നടന്ന കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്ററും ഫാമിലിയും പോർച്ചുഗലില് വെക്കേഷന് പോയി. അപ്പൊ അവര് വന്നപ്പോ ഇത് സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങള് പോർച്ചുഗലിൽ എത്തിയപ്പോ കറണ്ട് ഇല്ലായിരുന്നു, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പിന്നെ നമ്മളിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്തു. ആ സ്പിരിറ്റിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് റെന്റിനുള്ള വണ്ടിയും കിട്ടി, റൂമും കിട്ടി, കറണ്ടും വന്നു. ആൻഡ് നമ്മളാണെങ്കിൽ അവിടെ നമുക്ക് പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ നേരത്തെ എപ്പോഴും വെച്ചിരുന്ന ഒരു 50 യൂറോ ഉണ്ടായിരുന്നു. അത് വെച്ചൊക്കെ നമ്മൾ സാധനം മേടിക്കുകയൊക്കെ ചെയ്തു. ദൈവം നമ്മളെ കരുതി. ഒരു വളരെ ദൈവം നമ്മളെ നയിച്ച ഒരു ഹോളിഡേ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് അങ്ങ് പുകഴ്ത്തി കയറി അങ്ങ് പോയി. അപ്പൊ ഇതെല്ലാം സാക്ഷ്യത്തിലാണ് ഈ പറയുന്നത്. ആൻഡ് അപ്പോ പാസ്റ്റർ നീ എന്ത് ചെയ്ത്? അപ്പൊ ഞാൻ മുട്ടയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ ഹല്ലേലൂയ സ്തോത്രം പറയണം.
ദൈവം ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തതിന്. അത് അവിടെ അങ്ങ് നിന്നില്ല. ഇത് പാസ്റ്ററങ്ങൾ കേട്ടിട്ട് എണീറ്റ് പറഞ്ഞു അന്ത്യകാലത്ത് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ പുള്ളിക്കാരൻ അങ്ങ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങി. ആഹാ. അന്ത്യകാലത്ത് ഇങ്ങനെ സംഭവിക്കും, അവസാനം നമുക്ക് ഇലക്ട്രിസിറ്റിയും കറണ്ടും വേണമെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ മുദ്രയല്ലാതെ പറ്റത്തില്ല. അവിടം വരെ അതെ അത് ആ ദൂതങ്ങ് കേറിപ്പോയി. അതെ. എന്തോ പറയുന്നു. ഞാൻ യേശു ക്രിസ്തു ഉണ്ടായിരുന്നപ്പോ കറണ്ട് ഉണ്ടായിരുന്നു. അന്ന് ന്യൂക്ലിയർ പവർ അല്ലായിരുന്നോടാ. റഷ്യ അല്ലേ കൊടുത്തോണ്ടിരുന്നത് ഇസ്രായേലിന്. നീ മറന്നുപോയ അതൊക്കെ? ക്ലാസ്സിൽ ഞാൻ പോയിട്ട് ചുമ്മാ ഈടാ, ഈ കറണ്ടൊക്കെ ഈ അടുത്തല്ലേ കണ്ടുപിടിച്ചത്. അന്ന് വിളക്കും ഇതൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ. ബട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? ലൈക് ഇപ്പൊ നീ സെലിബ്രേഷൻ ചെയ്യേണ്ടത് നീ സ്തോത്രം ചെയ്യുക. കർത്താവെ, അവർക്ക് പ്രാർത്ഥിക്കാൻ അങ്ങ് അവസരം കൊടുത്തതിനായിട്ട് നന്ദി, അവരനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അല്ലെ നിഹാലെ, സെലിബ്രേഷൻ നിനക്കെന്താ പറയാനുള്ളത്? എന്തോ പറയാനുണ്ട് നിഹാൽ? പ്രാർത്ഥിക്കേണ്ട ഒരു അടിയന്തര കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥകളിൽ നിന്ന് ജോയലിന്റെ ഹൃദയത്തെ മോചിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. കാരണം അടുത്തിടെയായിട്ട് ജോയലിന് ഇങ്ങനത്തെ കുറെ വിഷമങ്ങളുണ്ട്. അവിടെ അച്ഛ അവരിങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് സന്തോഷിക്കണം അച്ഛൻ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രാർത്ഥിക്കുന്നില്ലേ? ഇത് വലിയ വലിയ കാര്യങ്ങളാ ഇതൊക്കെ. ചെറിയ തൊട്ട് കേട്ടോ ജോയല്? ഇതിനുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കണം നീ. സാംസൺ പഴയ സാംസൺ അല്ലാട്ടാ, കളി മാറി തുടങ്ങി. നമ്മൾ ദൈവത്തിൽ മൊത്തമായിട്ട് റിലൈ ചെയ്യുക. അപ്പൊ അവര് മൊത്തമായിട്ട് റിലൈ ചെയ്തതാ ദൈവത്തിന്. കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത്രേ ഉള്ളൂ. അച്ഛൻ വെറുതെ ചുമ്മാ ഇതൊക്കെ അങ്ങനെ ഒത്തിരി ഇതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. എടാ നീ നിന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിന്റെ പപ്പയോട് ചോദിക്കോ, പപ്പ എനിക്ക് ചോറ് വേണമെന്ന് പറയും. നിന്റെ പപ്പ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, അത് തന്നിരിക്കും. അടിച്ചമർത്തല്ലേ? അല്ലല്ല, അത് അങ്ങനല്ലല്ലോ ഇത് വരുന്നത്. ഇത് അങ്ങനല്ലല്ലോ ഇത് വരുന്നത്. കാരണം ഇവര് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. ഇവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ ആൾക്കാർക്ക് ആഗ്രഹം ഏത് രീതിയിൽ വേണേലും വരാം. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന് ഹിതത്തിനാ സമർപ്പിക്കേണ്ടത്. അത്രയും പക്വത ആയിട്ടില്ല ജോയലെ അവർക്ക്. അതുകൊണ്ട് നീ സന്തോഷിക്കണം, അവരങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അവര് ആ ഒരു പക്വതയിലോട്ട് വളരാനായിട്ട്. ഇതൊക്കെ എന്താണ് ജോയലെ? നീ നാട്ടിലോട്ടൊക്കെ ചെല്ല്, അറിയാ കാര്യങ്ങള്. ഇതൊക്കെ എന്ത് സാക്ഷ്യം? അയ്യോ, രസമാണ്. അച്ഛൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നീ ചോദിക്കേ ആദ്യം, എന്നിട്ട് അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിലിറ്ററിയിലുള്ള ആൾക്കാര്, അവർക്ക് ആൾക്കാരെ കൊല്ലേണ്ടി വരുന്നുണ്ടല്ലോ. പണ്ടത്തെ ചോദ്യം, ഇത് പണ്ടത്തെ ചോദ്യമാണ്. പക്ഷെ രസമുള്ള ചോദ്യം കേട്ടോ ഇത്. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ട്രാപ്പിലാവുന്നത്. ഇതിനുള്ള ഉത്തരം ബൈബിളിലുണ്ട്. ഭാര്യമാര് ഭർത്താവിനെ സേവിക്കണം, ദാസന്മാര് യജമാനനെ സേവിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ മിലിറ്ററിക്കാരൻ ഗവൺമെന്റ് പറയുന്ന കേൾക്കണം. അതല്ല, അതൊരു കോൺട്രഡിക്ടറി ആവുമല്ലേ ഞാൻ ചോദിക്കുന്നത്. ഒരു കോൺട്രഡിക്ടറി ആവും. അവൻ വിശ്വാസിയായിരിക്കുമ്പോ മിലിറ്ററിയിൽ പോയി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവൻ മിലിറ്ററിയിൽ പോയി അവിശ്വാസിയായിരിക്കുമ്പോഴായിരിക്കും അവൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവൻ വിശ്വാസി ആയെങ്കിൽ അവൻ അതിനകത്ത് തുടരണം. അവൻ ഏൽപ്പിച്ച ദൗത്യം നന്നായിട്ട് ചെയ്യണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ല, അപ്പം പുള്ളിക്കാരൻ മിലിറ്ററി കയറി കഴിഞ്ഞിട്ട് വിശ്വാസത്തിൽ വന്നെന്ന് വെച്ചോ. അപ്പം ഇപ്പൊ ഇപ്പം യുദ്ധം നടന്നു, അപ്പം ആൾക്കാരെ കൊല്ലേണ്ടി വരുക. അപ്പൊ കൊല്ലണം. അതാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവ് ഏറ്റവും ആത്മാർത്ഥതയിൽ അങ്ങ് ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ ആൾക്കാർക്കൊരു ഹാനി വരാതെ ഇതിനകത്ത് അങ്ങ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേന്ന് അവന് പ്രാർത്ഥിച്ചിട്ട് പോവാം. ദൈവം അത് ചെയ്യും. പക്ഷെ നമ്മൾ ഈ പറയുന്നത്, ഈ മിലിറ്ററിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ വെടിയപ്പ് നടന്നുകൊണ്ടിരിക്കുകയൊന്നുമല്ല. പ്രത്യേകിച്ച് കാശ്മീരിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്. മനസ്സിലായി? ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലായി, നീ ചോദിച്ചത് എനിക്ക് മനസ്സിലായി.
പക്ഷെ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ചെയ്യണം. ഇപ്പൊ നീ ഇപ്പൊ പഠിക്കാനാണെങ്കിൽ നന്നായിട്ട് പഠിക്കണം, ജോലി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുക. അപ്പം ബൈബിൾ അതാ പറയുന്നത്, ഒരു ദാസൻ യജമാനെ സേവിക്കണം, അത് പൂർണ്ണ ഹൃദയത്തോടെ. യജമാനൻ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നല്ല കമ്മിറ്റ്മെന്റോടെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം സേവിക്കാനായിട്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് അതിൻ്റെ അകത്ത്. ഇതെനിക്ക് പബ്ലിക്കിൽ പോയി പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പോയി പറയുകയും ചെയ്യരുത്, കാരണം വലിയ പ്രശ്നം ഉണ്ടാവുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ചെറിയ ഗ്രൂപ്പിനകത്ത് മറുപടി പറയാം. പിൻസി ചോദിച്ചോ. Uncle, എനിക്കൊരു ഡൗട്ട് ഇൻ സെൻസ് ലൈക്ക് ഇപ്പം ജോല ചാച്ചൻ പറഞ്ഞു ഹീ സോ ഓർ ലൈക്ക് നമ്മളിപ്പോൾ ആരെങ്കിലും കാണുക ലൈക്ക് ദേ ആർ ഡൂയിങ് റോങ്. നമ്മളിപ്പം ബിലീവേഴ്സ് തന്നെ ഇപ്പം ചേർച്ചിൽ തന്നെ ആണെങ്കിലും അങ്ങനെ കാണുക നമ്മൾ ലൈക്ക് ദേ ആർ ഡൂയിങ് റോങ്. പക്ഷെ ആ ഒരു സമയത്ത് are we judging them? Like, is there any boasting that is happening from our end? Okay, that we are not doing, but they are doing. അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത? I mean, ഫസ്റ്റ് അതാണ് വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ബോസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും ആദ്യത്തെ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ അതായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ ആത്മീയ പക്വത വരുമ്പോൾ കർത്താവെ അവര് ബലഹീനരാണ്, അവരെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന വരും. കാരണം കർത്താവ് നമുക്ക് കാണിച്ചു തരും, നമ്മളും ആ വഴി കൂടെ നടന്നവരാണ്. എന്റെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഒത്തിരി മണ്ടത്തരങ്ങളും ഒത്തിരി ആത്മപ്രശംസയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് കർത്താവ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം അവരും ആ വഴി കൂടെ പൊക്കോണ്ടിരിക്കുക, അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഞാനതാ പറഞ്ഞ, ഫസ്റ്റ് ഇങ്ങനത്തെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു പ്രയാസവും ഒരു ബോസ്റ്റിങ്ങും ഒരു ജഡ്ജ്മെന്റൽ മൈൻഡൊക്കെ വരും. അത് യൂഷ്വലാണ്. ബട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പതുക്കെ മെൽട്ടായി കൂൾ ഡൗൺ ആയിട്ട് അങ്ങ് പൊക്കോളും. Okay. And also, I don't know, is it for me only, but like, okay, I'm not telling everything, but yeah. So there is an uncle who preaches. പക്ഷെ ആ അങ്കിൾ preach ചെയ്യുമ്പം even if he's taking like Psalms 23 ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആണെങ്കിലും he always connects to material things. Like പിന്നെ എപ്പോഴും പറയും ഓക്കെ ഞാനിതും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇത് വായിച്ച് ധ്യാനിക്കുമ്പം ദിസ് ഇസ് ദ ദൂത് ദാറ്റ് യു ആർ ഗെറ്റിംഗ്, ആൾക്കാർ എല്ലാവരും എടുത്തോണം ഒക്കെ പറയും. സോ ആ ഒരു പറയുമ്പം ലൈക്ക് നമ്മൾ അതെന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ലൈക്ക് വി ആർ ആക്ച്വലി ലിസ്ണിംഗ് ടു ദ വേർഡ്, ബട്ട് നമ്മളത് ശ്രദ്ധിക്കുമ്പം ലൈക്ക് അരേ സോറി ഐ മീൻ ലൈക്ക് look, no, he's going back again to what he's saying, and like appo oru shraddha concentration vittum. So am I doing something wrong of like not concentrating on the word of God, but rather than concentrating of what his traits or what he's doing is? അല്ല, ഇത് യൂഷ്വൽ ആയിട്ട് സംഭവിക്കുന്ന ബിൻസിക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ പ്രീച്ചിങ്ങും ഇറ്റ്സ് കണക്റ്റഡ് ടു മെറ്റീരിയൽ. ബൈബിള് പറയുന്ന പോലെ കർണരസമാകുമാർ, അതിന്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല, പ്ലീസിങ് ടു ദ ഇയേഴ്സ്, അതാണ് ഇപ്പൊ ഡെലിവറി ചെയ്യുന്നത് മിക്കവാറും എല്ലാ പാസ്റ്റേഴ്സും. അപ്പം അത് കേൾക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ആഗ്രഹം. ഇപ്പൊ ഞാൻ വലിയ ആളാണെന്നല്ല പഠിപ്പിക്കണേ, എന്നെ കാട്ടി നന്നായിട്ട് പഠിപ്പിക്കുന്ന ദൈവഭക്തിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ക്ലാസ്സിൽ പോയി ആൾക്കാർക്ക് ഇരിക്കാൻ മടിയാ. കാരണം അവിടെ പറയുന്നത് മുഴുവനും സ്നേഹവും യേശുക്രിസ്തുവിനെ കുറിച്ചും നിങ്ങളെ ത്യജിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇത് എത്ര നാൾ കേട്ടോണ്ടിരിക്കും? അപ്പം ഒരു മെജോറിറ്റി ആൾക്കാരും ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസ്സിങ്സും അതിന്റെ പുറത്താ പൊക്കോണ്ടിരിക്കുന്നത്. ഇതറിയാവുന്ന മെജോറിറ്റി പാസ്റ്റേഴ്സും ടീച്ചേഴ്സും എല്ലാം അത് തന്നെയാ ഡെലിവർ ചെയ്യുന്നത്, അതാണ് കൊടുക്കുന്നത് അവർക്ക്. അപ്പം അതിനകത്ത് നമ്മൾ സർപ്രൈസ്ഡ് ആകരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എനിക്കറിയില്ല നമ്മൾ എന്താ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ബൈബിള് വായിക്കുക. കർത്താവ് എന്നെ പഠിപ്പിക്കണമേ, ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി.
വേറൊരാള് പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷനും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ബൈബിളിലുള്ള കാര്യം തന്നെ എടുക്കാനായിട്ട് നമ്മൾ നോക്കണം. ഞാൻ ഒത്തിരി സങ്കടമുള്ള ഞാനിപ്പോ യൂട്യൂബിൽ ഞാനിപ്പോ ഇവിടെ നോർവേയിലായിരിക്കുമ്പോ എനിക്കും എന്തെങ്കിലും മെസ്സേജ് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാൻ യൂട്യൂബ് ഇടും മിക്കവാറും. യൂട്യൂബ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതിനു മുമ്പ് ഞാൻ നിർത്തും. കാരണം കാ- കാരണം എല്ലാ ഇതുപോലത്തെ ഉള്ള സാധനങ്ങളാ. അപ്പം ഞാൻ പിന്നെ ഇപ്പൊ കേൾക്കാറില്ല. ഞാൻ ഓണാക്കാറില്ല അത്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കും. അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം അതിൽ സർപ്രൈസ്ഡ് ആകല്ല്. ഇതിനകത്ത് ഇനിയും ഇത് കൂടി വരാനാണ് സാധ്യതയുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ദൈവം വരുമ്പോ നമ്മൾ വിചാരിക്കരുത് ഒത്തിരി ആൾക്കാർ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. തെറ്റാണ്. ഈ പറയുന്ന സോ കോൾഡ് ആൾക്കാർ പോവാൻ ഒരു സാധ്യതയില്ല. കാരണം ബൈബിള് കൃത്യമായിട്ട് പറയുന്നു, നോഹയുടെ കാലം പോലെ ആയിരിക്കും ദൈവപുത്രന്റെ വരവിങ്കൽ. നോഹയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രക്ഷപ്പെട്ടവര് നോഹയുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ. ഏറ്റവും കുറഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരെങ്കിലും ആ ടൈമിൽ ഉണ്ടാവണം. 1-2 ലക്ഷം എങ്കിലും. അപ്പം ആ ഒരു പെർസെൻറ്റേജ് വൈസെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമേ പോകത്തുള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ ഉണ്ടാവണം. നമ്മള് വേറെ ആരെയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വേറെ ആരെയും നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എത്ര അത്ഭുതം ചെയ്താലും, എത്ര സ്റ്റേജ് പ്രസംഗിച്ചാലും, എത്ര റെവറൻറ്റോ ഡോക്ടറോ ആണെന്ന് പറഞ്ഞാലും, ഇപ്പൊ എന്റെ കാര്യം പറയണേ, എത്ര ഉഗാണ്ടയിൽ പോയി ആഫ്രിക്കയിൽ പോയെന്ന് പറഞ്ഞാലും, ഞാനും ദൈവമായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. So ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ നോക്കിയപ്പം there was like it was given about the persecution of people, I mean Christians in Uttar Pradesh or something. So അപ്പം ഞാൻ കണ്ട് like ഒരു pastor uncle he is not very famous or anything. Like ആ uncle ഇങ്ങനെ വില്ലേജസിലൊക്കെ പോയി പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അവരെ എങ്ങനെയാണ് ഈ അതോറിറ്റീസ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ എടുത്തിട്ട് അവരെ അടിക്കുക, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ലൈക്ക് they have to do tasks like cleaning the washrooms and you know അവരങ്ങനെ കരയുമ്പോൾ നമ്മൾ ലൈക്ക് അപ്പൊ നമുക്ക് ലൈക്ക് ഇത് വരും, ലൈക്ക് നമുക്ക് ദൈവം ഇത്ര തന്നിട്ടുണ്ട്, but still you know where are we when God will compare them to us? Yeah, exactly. Like Correct when we ആണ്. have everything we like okay praise God, thank you for everything, and if when we don't have any like പക്ഷെ അവരൊക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അവർക്ക് പേടിയാ, അവരുടെ ഫാമിലീസിനെ അവര് ഇത് ചെയ്യും. പക്ഷെ ലൈക്ക് സോ കറക്റ്റ് ബിൻസി പറഞ്ഞത്. വളരെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വരത്തൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പം ഇന്ത്യ പോട്ടെ, ചൈന, ഇറാൻ, സിറിയ, ഈവൻ പാകിസ്ഥാൻ, ഇതുപോലെ ഒത്തിരി രാജ്യങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ചർച്ചുകളൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഭയങ്കര ഭയങ്കര ഡ്രാസ്റ്റിക്കലി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നത്, ഭയങ്കര ഒരു എക്സ്പ്ലോഡിങ് രീതിയിലാണ് ചർച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഈ കാണുന്ന ഇട്ടാവട്ടമുള്ള കേരളം ഒരു സോഷ്യൽ മീഡിയ അല്ല ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോവല്ലേ. നമ്മൾ കുറച്ചുകൂടെ പുറത്തു പോയി ചിന്തിക്കാനും, പുറത്തു പോയി ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കണം. അപ്പൊ നമുക്കൊരു എൻകറേജ്മെന്റാ. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല, ഈ സിബിൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സിബിൻ മുന്നേ പൊക്കോണ്ടിരിക്കുന്ന ഒരു ചർച്ചിലെ ഒരു പയ്യൻ, അവൻ കാനഡയിൽ പഠിക്കാൻ പോയതാ. അവിടെ വെച്ച് അവൻ ഏതോ ഒരു ക്ലാസ്സിനകത്ത് ഒരു സുവിശേഷ വേലയുടെ കാര്യം കേട്ടു. എന്നിട്ട് അവൻ ടിക്കറ്റ് എടുത്ത് ഇറാഖിൽ പോയി ഒരു 2-3 ദിവസത്തേക്ക്. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന്, അത് കഴിഞ്ഞിട്ട് അവന്റെ പഠിത്തവും കളഞ്ഞ് ഫുൾ ടൈം ആയിട്ട് ഇപ്പൊ ഇറാഖില് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളെപ്പോലെ ഒരു മലയാളി കാനഡയിൽ പഠിക്കാൻ പോയ ഒരുത്തനാ. അവന്റെ അമ്മയ്ക്ക് ക്യാൻസർ പിടിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അമ്മയും അപ്പനും എല്ലാവരും പറഞ്ഞു, മോനെ നീ എങ്ങനെയെങ്കിലും പഠിച്ച് അവിടെ ഒരു ജോലി മേടിക്ക്, അമ്മയുടെയും വീട്ടിന്റെ ചികിത്സക്കൊക്കെ അവിടെ ചെയ്യണമെന്ന്. പക്ഷെ
അവൻ ദൈവം പറഞ്ഞ കേട്ടു, അവിടെ പോയി. അവൻ അവിടെ സുവിശേഷ വേല തുടങ്ങിയപ്പോ അമ്മേനെ പിന്നെ ഡയഗ്നോസ് ചെയ്തപ്പോ ക്യാൻസർ സെല്ലില്ല ശരീരത്തിൽ. ഇപ്പൊ പുള്ളി ഇറാഖിൽ സുവിശേഷ വേല ചെയ്തോണ്ടിരിക്കുക. അവിടെ പോയി ഓരോ ഫാമിലിയിലെ കൊട്ടി ട്രാൻസ്ലേറ്റർ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഫാമിലി പറയുക, ഒരു മുസ്ലിം ഫാമിലി പറയുവാണ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു, ഈ ദൈവം എനിക്കൊരു ഡ്രീം തന്നായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരാള് വന്ന് നിന്നോടൊരു കാര്യം പറയും, അത് നീ വിശ്വസിക്കണോ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇവൻ പോവാൻ വേണ്ടി എത്ര കൊല്ലം മുമ്പ് ദൈവം പ്ലാൻ ചെയ്തെന്ന് നോക്കിയേ. ഇത് ഒരു സ്ട്രെയിഞ്ച് കാര്യമല്ല, നമ്മളിതൊന്നും കേൾക്കാത്തോണ്ടാ. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുകയും അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആവുകയും ചെയ്യണം. ഗോഡ് വിൽ ഡു മിറാക്കിൾസ് ത്രൂ അസ്. നമ്മളിലൂടെ ദൈവം മിറാക്കിൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇറ്റ്സ് ഗുഡ്. വിൻസി അത് പറഞ്ഞത് നന്നായി. ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയിലും നമ്മൾ ആരും അറിയാത്ത ഒത്തിരി പാസ്റ്റർമാരുണ്ട്, ഭയങ്കരമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. അവരാരും സോഷ്യൽ മീഡിയയിൽ വരത്തില്ല, അവരുടെ പേര് പോലും ഒരു നോട്ടീസിനകത്ത് വന്നിട്ടുണ്ടാവത്തില്ല. അവര് ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാരാ. Yeah. ഓക്കെ, ഇനി എന്തെങ്കിലും? One more question. യെസ്. ഈ കുറിപ്പ് എഴുതി പ്രസംഗിക്കുന്നത് ശരിയാണോ? അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നന്നായിട്ട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് ഒരുങ്ങി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്, നോട്ട്സ് എല്ലാം ഉണ്ടാക്കി, ഫുൾ റെഡി ആയിട്ട് വേണം പ്രസംഗിക്കാനായിട്ടോ ബൈബിൾ ക്ലാസ്. ഇപ്പൊ എന്റെ ഇതിനകത്ത് നോട്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, കാണാലോ അല്ലെ? ഒരു ബുക്ക് മുഴുവൻ നോട്ട്സാ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എഴുതുന്ന. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. സ്റ്റേജിൽ കയറി നിന്ന് കഴിയുമ്പോൾ ഈ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. ഓക്കെ, ഇനി നീ ദൈവത്തിന്റെ കയ്യില. ദൈവം പറയുന്ന പോലെ പറഞ്ഞോ. ദൈവം നോട്ട്സ് എടുക്കാൻ പറഞ്ഞാൽ നോട്ട്സ് എടുത്തോണം, നോട്ട്സ് മാറ്റാൻ പറഞ്ഞാൽ നോട്ട്സ് മാറ്റിക്കോണം. ഇവിടെ ഇടുന്നു. അതിന്റെ അർത്ഥം നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് ഒരുങ്ങിട്ടാ പോവാവുള്ളൂ. ലാസ്റ്റ് സെക്കൻഡിൽ ദൈവം പറയാണ്, അവന് ഈ മെസ്സേജ് വേണ്ട, വേറൊരു മെസ്സേജ് മതി എന്ന് പറഞ്ഞാൽ അതും പ്രസംഗിക്കാൻ നീ റെഡി ആയിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെനിക്ക് പറ്റിയിട്ടുണ്ട്. അത് വേണം. ഞാന് അതാണ്. ഞാൻ എന്തോ പ്രസംഗിച്ച് തുടങ്ങിയതാ, പക്ഷെ ഞാൻ അറിയാതെ ബൈബിൾ ഒന്ന് പേജ് മാറ്റിയതാ. അപ്പൊ നോക്കിയപ്പോ ഒരു വചനം കണ്ടു, പിന്നെ അത് ഞാൻ സംസാരിച്ചത്. പക്ഷെ അത് സംസാരിച്ചപ്പോ എല്ലാരും മുഖം പാടി, അത് വേറെ വിഷയം. അപ്പം അത് നമ്മള് പ്രിപ്പയർ ആയിരിക്കണം, അതിനു വേണ്ടി റെഡി ആയിരിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം ഞാനത് ഉദാഹരണം പറയുന്നില്ല, മിക്കവാറും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു വാക്യം വായിച്ചിട്ട്, ഇപ്പോഴല്ല കേട്ടോ, ചില ദിവസങ്ങളിലൊക്കെ ഒരു വാക്യം വായിച്ചിട്ട് അടുത്ത വാക്യത്തിലോട്ട് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ക്ലാസ് അങ്ങ് പോകും. അപ്പൊ ഞാൻ തന്നെ പറയാം ഏറ്റവും അവസാനം എന്തോ സംഭവിക്കണേന്ന്. എനിക്ക് തന്നെ അറിയാം. അപ്പം മിക്കവാറും എന്റെ ഈ ബൈബിൾ ക്ലാസ് ആണ് ഇത്രയും ഡ്രാഗ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ 1 കൊരിന്ത്യരൊക്കെ പണ്ടേ കഴിഞ്ഞു പോകേണ്ട സമയമായി. പക്ഷെ എനിക്ക് അതിനകത്ത് കംപ്ലൈന്റും ഇല്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും പറയുന്നതിനെക്കാട്ടും ഉപരി ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ട കാര്യമുള്ളൂ. അത് ഇച്ചിരി സമയം എടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1 കൊരിന്ത്യർ തീർക്കണമെന്നല്ലല്ലോ, അങ്ങനെ ഒരു അജണ്ട നമുക്കില്ലല്ലോ. അപ്പം അപ്പൊ അതാ പറഞ്ഞത്, വാട്ടെവർ എന്ത് മെസ്സേജ് ആണെങ്കിലും എന്തിനകത്താണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് പോവുക, ബാക്കി ദൈവം ചെയ്തോളൂ. Sorry, uncle. Very last question. Uncle Varnilla, like when we were reading about that person, like it's written, deliver it to the Satan. Then you can like what, like how, like if we can say in practical terms. പ്രാക്ടിക്കൽ ടൈംസ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നാണോ ബിൻസിക്ക് അറിയേണ്ടത്, അതോ എന്തിനു ചെയ്തു എന്നാണോ? അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, deliver it to Satan so that he can come back to, he can know Christ and come back again. So like is it a ministry, like for example a healing, that's a ministry, right? So like how
അതൊരു മിനിസ്ട്രി അല്ല. എനിക്കറിയാവുന്ന പാസ്റ്റർമാർ അത് ചെയ്തിട്ടുണ്ട്. നേരിട്ടല്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആ കാര്യം. അത് ചെയ്യേണ്ടത് ഇതിപ്പോ ഒരു ചർച്ചാന്ന് വിചാരിക്കും. ഇപ്പം 3, 4, 5 നമ്മൾ 5 പേരുള്ള ഒരു ചർച്ചാന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇപ്പൊ ഒരുത്തൻ ഇങ്ങനൊരു പ്രശ്നമുള്ളവൻ വന്നു. പല പ്രാവശ്യം അവന് വാർണിംഗ് കൊടുത്തു. അവന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അവൻ ഒരു ഒരു വിധത്തിലും പറ്റാണ്ട് മുന്നോട്ട് പോവാതെ, അതായത് അവൻ സോറി പോലുമില്ല, അവൻ ചെയ്യുന്നത് ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സഭായോഗത്തിന്, സൺഡേ തന്നെ വേണമെന്നില്ല, സൺഡേ ആണേലും കുഴപ്പമില്ല, സഭായോഗത്തിന് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ഈ പയ്യനെ ഇവനെ ഞങ്ങള് ഒന്നിച്ച് സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അതാണ് ആ കാര്യം. അപ്പൊ തൊട്ട് ചർച്ചിന്റെ ആ അംബ്രല്ല അവന്റെ മേളിൽ നിന്ന് അങ്ങ് മാറും. അവന്റെ മേളിൽ പിന്നെ സാത്താന് ഫുൾ അതോറിറ്റി വരും. അങ്ങനെ വരുമ്പോൾ തന്നെ അവന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ സാത്താന് പറ്റത്തില്ല. പക്ഷെ അവനെ ടോർച്ചർ ചെയ്യാൻ പറ്റും. അവന്റെ ബോഡീനെ, അവന്റെ സോളിനെ ടോർച്ചർ ചെയ്യാൻ പറ്റും. സാത്താൻ അത് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് he will understand his wrong. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവന് അവൻ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാര് അവരുടെ പൈസയിൽ ഭയങ്കര പ്രൈഡ് ആയിരിക്കും. ചില ആൾക്കാർ അവരുടെ എബിലിറ്റിയിൽ, അവരുടെ കായികക്ഷമത അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു എബിലിറ്റിക്കകത്ത് അവൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇത് സാത്താൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാത്താൻ അതിനകത്ത് കയറി പിടിക്കും, അവനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയും. ഈ സാധനം പോയി കഴിയുമ്പോൾ അവന് തന്നെ ഒരു റിയലൈസേഷൻ വരും, അയ്യോ ഞാൻ ഒന്നും അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അത് വന്നു കഴിയുമ്പോൾ അവൻ തിരിച്ച് ചർച്ചിൽ വരും, സാറേ അല്ലെങ്കിൽ പാസ്റ്ററെ എനിക്ക് തെറ്റുപറ്റി, എന്നെ സഹായിക്കണം. അപ്പൊ അവനെ ചേർത്ത് നിർത്തണം, അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, പിന്നെ അവൻ നമ്മുടെ കൂടെയാ. Okay. മനസ്സിലായി. അച്ഛാ എനിക്കൊരു ഡൗട്ട്. ചോദിച്ചോ സംസാരം. അച്ഛാ ഇത് ഇപ്പോഴത്തെ ചർച്ചകളിൽ നടക്കുമോ? അതാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ചർച്ചിൽ നടക്കാറില്ല, പ്രത്യേകിച്ച് കേരളത്തില്. പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ ഇവിടുത്തെ ചർച്ചിന്റെ പ്രശ്നം, മിക്കവാറും പാസ്റ്റർമാർ 3 കൊല്ലം 5 കൊല്ലം ഒക്കെ നിൽക്കുന്ന ചർച്ചകളാണ്. അവർക്ക് ഒരു അതോറിറ്റി ഇല്ല. ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും എന്താണ് പറയുന്നത്, അവനോട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന, ഇപ്പം ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞ അവൻ രക്ഷിക്കപ്പെട്ടു വന്നു, എനിക്ക് അവന്റെ മേലൊരു അതോറിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് അധികാരമുണ്ട് അവന് സാത്താനെ ഏൽപ്പിക്കാനും സാത്താനിൽ നിന്ന് വിടുവിക്കാനും. അങ്ങനെയുള്ള പാസ്റ്റർമാരുണ്ടെങ്കിൽ അവന്മാർക്ക് ചെയ്യാൻ പറ്റും. അവരിപ്പൊ ചെയ്യുന്നുമുണ്ട് അത്. ഇവിടെ എടുക്കും നമ്മുടെ ചർച്ചിന്റെ അച്ഛാ ഇടയിൽ. ഇതിന് അല്ല, ഇപ്പൊ ഇതിന് ചർച്ചിലെ ആൾക്കാർ ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ ചർച്ചിലെ ആൾക്കാർ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ചർച്ച ആണെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ, അല്ലോ നോർമൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചർച്ചകളിലെ പോലെ ആണെങ്കിലും അല്ല, അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചർച്ചകള് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം പ്രാർത്ഥിക്കുന്ന ഉണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു 3 days ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കില്ലേ? അപ്പം ഒരു സൺഡേ സർവീസിന്റെ പ്രാർത്ഥനയല്ല, അത് ഭയങ്കര വേറൊരു സ്പിരിച്വൽ അല്ല അവിടെ ഓപ്പൺ ആവും. ഇവിടെ കിട്ടുന്ന ഞാൻ ഈ പറയുന്നത്. മിക്കവാറും ചർച്ചുകള് അങ്ങനത്തെ ആയിരിക്കണം എല്ലാ സൺഡേസിലും. അവിടെ ഭയങ്കര ദൈവസാന്നിധ്യം ഉണ്ടാകണം എല്ലാ സൺഡേയിലും. സൺഡേ മാത്രമല്ല, എപ്പോ കൂടിയാലും അതുപോലത്തെ ഭയങ്കര ഒരു ഡിവൈൻ പ്രസൻസ് അവിടെ ഉണ്ടാവണം. അപ്പൊ എല്ലാ സൺഡേയിലും അതുണ്ടെങ്കിൽ നോർമലായിട്ട് അത് ചെയ്യാവുന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചർച്ചകളിലേ നടക്കത്തുള്ളൂ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനത്തെ ചർച്ചകളിൽ ചെയ്തിട്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ഈ കഥ പറയാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ചർച്ചകളിൽ ചെന്നിട്ട് ഒരു രോഗിയായിട്ട് ഒരു പ്രയാസമായിട്ട് അതിൻ്റെ അകത്തോട്ടൊന്ന് കേറി നിന്നാ മതി. അവൻ അതിന്റെ വ്യത്യാസം കൊണ്ട് അവൻ തിരിച്ചു പോകത്തുള്ളൂ. നമ്മളത് കാണാത്തോണ്ട. അങ്ങനത്തെ ചർച്ച ഒരു പാപി അതിനകത്തോട്ട് കേറിയിരുന്നാൽ അവന്റെ പാപം അവിടെ പ്രവാചകൻ എഴുന്നേറ്റ് എന്ന് വിളിച്ചു പറയും, മുട്ടിടിക്കും അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തില് ഞാൻ കളമശ്ശേരിയിൽ എറണാകുളത്ത് പൊക്കോണ്ടിരുന്ന ചർച്ച് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ചർച്ചായിരുന്നു. അതിൻ്റെ അകത്തോട്ട് കള്ളും കുടിച്ച് കയറി
കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പ്രവാചകൻ എഴുന്നേറ്റ് വിളിച്ചു പറയും. പാസ്റ്റർ പ്രസംഗം നിർത്തും പ്രവാചകൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ. അത് വിളിച്ചു പറയും, പബ്ലിക്കായിട്ട് പറയും. അവൻ അതിനകത്ത് കരഞ്ഞ് നിലവിളിച്ചിട്ട് അവൻ തിരിച്ചു പോകത്തുള്ളൂ. അതുപോലത്തെ ചർച്ച ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അച്ഛൻ അപ്പം അതപ്പം വേറൊരാൾക്ക് എതിർത്ത് വരുത്തുമല്ലേ? അങ്ങനത്തെ ചർച്ചിൽ ഇടർച്ച വരില്ല. അവിടെ ഈ എന്താണ്, അവൻ എന്നോട് ഇത് പറഞ്ഞു, അവൻ എന്നെ കുത്തി, ഈ പരിപാടികളൊന്നും ഇല്ല അവിടെ. അവര് ഒറ്റക്കെട്ടാണ് അവര്, ഒരു മനസ്സോടെ അവിടെ ഇരിക്കുന്ന. ഒറ്റൊരുത്തൻ ദൈവാത്മാവില് ഇപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ആഹ് അവര് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവാത്മാവിൽ സംസാരിച്ച ഒരു കാര്യമാണ്, അത് നീയല്ല പറഞ്ഞ, ദൈവം പറഞ്ഞ. അതുകൊണ്ട് എനിക്ക് ഒരു വിരോധവും ഇല്ല, ഒരു പരിഭവവും ഇല്ല, ഞാനത് കറക്റ്റ് ചെയ്യാം. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. അവര് തെറ്റായിട്ട് അല്ല, എടുക്കത്തില്ല ആ ഞാൻ പദം. ഞാൻ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള ഞാൻ സൗദി ചർച്ചിൽ പോയപ്പോ മാത്രം, ഞാൻ സൗദിയിലായിരുന്നപ്പോൾ മാത്രം ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഞാൻ നാട്ടിൽ വന്ന പിന്നെ അങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ട്. അങ്ങനെ ചർച്ച കൊണ്ടുവരാ, ദൈവം നിന്നെ സഹായിക്കും. അല്ലെങ്കിൽ നീ ഒരെണ്ണം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അങ്ങ് തുടങ്ങ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ഡ്രീം ചെയ്യേണ്ടത്. നമ്മുടെ ചർച്ചിൽ പ്രവചിക്കണം, നമ്മുടെ ചർച്ചിൽ അത്ഭുതങ്ങൾ നടക്കണം, നമ്മുടെ ചർച്ചിൽ നോക്കി നിൽക്കുക രോഗി സൗഖ്യമാവണം, നമ്മുടെ ചർച്ചിൽ നോക്കിയിരിക്കുക ക്യാൻസറിന് വ്യത്യാസം ഉണ്ടാവണം. ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു പണ്ടൊക്കെ. ഇതൊക്കെ റുട്ടീൻ, ഒരു യൂഷ്വൽ കാര്യങ്ങൾ അതൊക്കെ. ഇപ്പൊ ഇതിനൊക്കെ എന്താണ് വൻ അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ ബൈബിള് പറയുന്ന പോലെ ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ശക്തിയൊന്നുമില്ല. ഇപ്പൊ ആ തരത്തിലാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?